السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അബ്ദുല്ലാ അൽ ജബ്രീൻ റഹിമഹുള്ളയുടെ തസ്ഹീദുൽ ഫിഖ് എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള ഫിഖ് പഠന പരമ്പരയിൽ കിതാബുസ്സലാം നമസ്കാരം എന്ന അധ്യായമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹുക്മുസ്സലാം നിസ്കാരത്തിൻ്റെ ഹുക്ം എന്താണ്, അതാർക്കെല്ലാമാണ് നിർബന്ധമാവുക, അമുസ്ലിമീങ്ങൾക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ, കുട്ടികൾക്ക് നിസ്കാരം എപ്പോഴാണ് നിർബന്ധമാവുക, എന്താണ് അതിൻ്റെ വിധി, കുട്ടികളുടെ രക്ഷിതാവ് ആ രംഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി അൽ ഫസ്ലുൽ ഖാമിസ്, അഞ്ചാമത്തെ അധ്യായമാണ്. ഹുക്മുസ്സലാത്തി ഫി ഹഖി സായിലിൽ അഖ്ലി, ബുദ്ധി നഷ്ടപ്പെട്ട ഒരാൾ, അയാളുടെ കാര്യത്തിൽ എന്താണ് നിസ്കാരത്തിൻ്റെ ഹുക്മ്. ഭ്രാന്തായി, അല്ലെങ്കിൽ ബോധക്ഷയമുണ്ടായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ ഒരു പക്ഷേ ചിലപ്പോൾ അബോധാവസ്ഥയിൽ ദിവസങ്ങളോളം കിടക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ചികിത്സയുടെ ഭാഗമായി ചില മരുന്ന് നൽകി അതിൻ്റെ ഭാഗമായി ബോധം നഷ്ടപ്പെടുന്ന, അനസ്തേഷ്യ കൊടുക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഇത്തരം ഘട്ടത്തിലൊക്കെ അയാളുടെ നിസ്കാരത്തിൻ്റെ ഹുക്മ് എന്താണ്, അതാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. 1246 മസ്അലയാണ് ഈ കിതാബിൽ ഇതിൽ വരുന്നത്. മൻ സുലിബൽ അഖ്ലു ബിൽ കുല്ലിയ വഹുവൽ മജ്നൂനു വൽ മഅ്തൂഹു വമൻ യുശ്ബിഹുഹുമ. അഥവാ മൻ സുലിബൽ അഖ്ലു ബിൽ കുല്ലിയ, ബുദ്ധി പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരാൾ, അതാണ് വഹുവൽ മജ്നൂൻ, ഭ്രാന്തുള്ളവൻ. വൽ മഅ്തൂഹു, മഅ്തൂഹ് ഭ്രാന്തല്ലെങ്കിലും ബുദ്ധി നഷ്ടപ്പെട്ട അവിവേകികളായ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തമില്ലാത്ത ആളുകൾ, അതിനാണ് മഅ്തൂഹ് എന്ന് പറയും. ഭ്രാന്തൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അയാൾക്ക് ബുദ്ധിയില്ല, അത്തരം ആളുകൾ. വമൻ യുശ്ബിഹുഹുമ, അവരോട് സാദൃശ്യമുള്ള ആളുകളും, ആ ഗണത്തിൽ വരുന്ന ഏതൊക്കെയുണ്ടോ അതെല്ലാം. അത്തരം ആളുകൾ ലാ യജിബു അലൈഹിം അദാഉസ്സലാ, അവർക്ക് നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമില്ല. നേരത്തെ നിസ്കാരം നിർബന്ധമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കുല്ലു ആഖിലിൻ ബാലിഗിൻ മുസ്ലിമിൻ എന്ന് പറഞ്ഞു. പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എല്ലാ മുസ്ലിമിനുമാണ് നിസ്കാരം നിർബന്ധമുള്ളത്. അപ്പോൾ ബുദ്ധിയില്ലാത്തവന് നിസ്കാരം നിർബന്ധമില്ല. വലാ യജിബു അലൈഹിം ഖളാഉഹാ ബഅദ ദാലിക, വലാ യജിബു അലൈഹിം ഖളാഉഹാ, ഇനി അവർക്ക് ആ നിസ്കാരം നിസ്കരിച്ച് വീട്ടിലും നിർബന്ധമില്ല. ബഅദ ദാലിക, അതിനു ശേഷം. അയാൾക്ക് കുറച്ചു കാലം ഭ്രാന്തായി, പിന്നീട് അയാൾക്ക് ആ ഭ്രാന്തൊക്കെ മാറി, അയാളുടെ ശരിയായ ബുദ്ധി തിരിച്ചു കിട്ടി എങ്കിൽ ആ കാലഘട്ടത്തിൽ പോയ നിസ്കാരം അത് നിസ്കരിക്കേണ്ടതുണ്ടോ? ഇല്ല, അയാൾക്കത് നിർബന്ധമില്ല. അക്കാലത്തേക്ക് നിസ്കാരം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അത് ഇനി രോഗം സുഖപ്പെട്ടു വന്നാലും അയാൾക്ക് തിരിച്ച് അത് വീണ്ടും നിസ്കരിക്കേണ്ട ബാധ്യത ഇല്ലതാനും. വഹാദ മുജ്മഉൻ അലൈഹി ഫിൽ ജുംലത്തി ലിൽ ഹദീസി അസ്സാബിഖി. വഹാദ, ഇക്കാര്യം മുജ്മഉൻ അലൈഹി, ഇജ്മാഉള്ള കാര്യമാണ്. ഫിൽ ജുംല,
മൊത്തത്തിൽ ഇത് ഇജ്മാ ഉള്ള കാര്യമാകുന്നു. ഇതിൽ ഹദീസ് സാബിഖ്, നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസാണ് അതിനും തെളിവ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്തിൽ പൊതുവെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത, പൊതുവായി ഏകോപിച്ച വിഷയമാണ് ബുദ്ധിയില്ലാത്തവർക്ക് നിസ്കാരം നിർബന്ധമില്ല. ആ സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരം അയാൾ പിന്നീട് നിസ്കരിച്ച് വീട്ടേണ്ടതുമില്ല എന്ന കാര്യത്തിൽ പൊതുവെ മുസ്ലിം ഉമ്മത്തിൽ ഏകോപിച്ച അഭിപ്രായമുണ്ട് എന്നാണ്. എന്നാൽ ഒറ്റപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഫിൽ ജുംലത്തി എന്ന് പറഞ്ഞത്. മുജ്മഉൻ അലൈഹി ഫിൽ ജുംല, ഇജ്മാ ഉണ്ട് എന്ന് പൊതുവായി പറയാതെ മൊത്തത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞത്. ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അതിൽ അല്ലാത്തതുണ്ട്. എന്നാൽ ആ അഭിപ്രായങ്ങൾ അത്ര പരിഗണനീയമായതല്ല എന്നാണ്. ഇജ്മാ ആകുമ്പോൾ വെച്ചാൽ ഇജ്മായിൽ പരിഗണിക്കപ്പെടുന്നവരുണ്ടാകും, അല്ലാത്തവരുണ്ടാകും. ഇജ്മാ ആകുക എന്ന് പറയുമ്പോൾ ഒരു ഉമ്മത്തിലെ ഗവേഷണ പടുക്കളായ എല്ലാ പണ്ഡിതന്മാരും ഒരു കാലഘട്ടത്തിലുള്ളവർ ഒരു വിഷയത്തിൽ ഏകോപിക്കുന്നു. അതാണ് ഇജ്മാ എന്ന് പറയുക. എന്നാൽ അതിൽ തന്നെ ചില പണ്ഡിതന്മാർക്ക് വീക്ഷണ വ്യത്യാസമുണ്ട്. പക്ഷെ ആ പണ്ഡിതന്മാർ ഇജ്മായിൽ പരിഗണിക്കപ്പെടുന്നവരല്ല. അതിന് മാത്രം വലിയ ഗവേഷകന്മാരായ മുജ്തഹിദീങ്ങളായ ആലിമീങ്ങളല്ല, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പൊതുവെ അത്ര തന്നെ വില കൽപ്പിക്കപ്പെടുന്ന അഭിപ്രായമല്ല. അത്തരം ആളുകൾക്കൊക്കെ ഒരു പക്ഷേ വീക്ഷണ വ്യത്യാസം ഉണ്ടാവാം. അത് ഇജ്മാഇന് പ്രതികൂലമായി വരുന്ന കാര്യമല്ല. അപ്പോൾ ആ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് സൂചിപ്പിക്കാനാണ് മുജ്മഉൻ അലൈഹി ഫിൽ ജുംല, മൊത്തത്തിൽ അതിൽ ഇജ്മാ ഉണ്ട്, എന്നാൽ ഒറ്റപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നൊരു സൂചന അതിൽ തന്നെ ഉണ്ട്. ഇനി അൽ മുഗ്മാ അലൈഹി, ബോധക്ഷയം സംഭവിച്ചവൻ. അൽ മുഗ്മാ അലൈഹി, ബോധക്ഷയം സംഭവിച്ചവൻ. ലാ യജിബു അലൈഹി ഖളാഉ മാ ഫാതഹു മിനസ് സ്വലവാത്ത് വഖ്തൽ ഇഗ്മാഇ, ആ ബോധക്ഷയ സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ അയാൾ പിന്നെ ഖളാ വീട്ടൽ അയാൾക്ക് നിർബന്ധമില്ല. വഹാദ ഖൗലുൽ ജുംഹൂർ, ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഖിയാസൻ അലൽ മജ്നൂൻ, ഭ്രാന്തനോട് താരതമ്യം ചെയ്തുകൊണ്ടാകുന്നു ഇത്. ഭ്രാന്തുള്ളവൻ്റെ അതേ ഹുക്മ് ഇയാൾക്കും ബാധകം. കാരണം ഭ്രാന്തുള്ളവന് എന്തുകൊണ്ട് നിർബന്ധമില്ല? അയാൾക്ക് ആ സമയത്ത് ബുദ്ധിയില്ല. ബോധക്ഷയം സംഭവിച്ച ആളും ആ സമയത്ത് അയാൾക്ക് സ്വബോധമില്ല, ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് അയാൾ ഈ വിഷയത്തിൽ ഭ്രാന്തൻ്റെ ഹുക്മ് തന്നെയാണ് അയാൾക്കുള്ളത്. ആ ഖിയാസാണ് അതിൽ തെളിവ്. ബോധക്ഷയമുള്ള ആളുകാർക്ക് പ്രത്യേകം ഹദീസ് വന്നിട്ടുണ്ടോ വെച്ചാൽ ഇല്ല. എന്നാൽ ബുദ്ധിയില്ലാത്തവന് നിർബന്ധമില്ല എന്ന് അറിയിക്കുന്ന തെളിവുകൾ വരികയും ചെയ്തു. അതുകൊണ്ട് അതിനോട് ഖിയാസാക്കിക്കൊണ്ട് ബോധക്ഷയം സംഭവിച്ച ആളും ഇയാളെപ്പോലെ തന്നെയാകുന്നു ഈ വിഷയത്തിൽ. അതുകൊണ്ട് അയാൾക്കും നിസ്കാരം നിർബന്ധമില്ല. ആ സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ പിന്നീട് ബോധം തെളിഞ്ഞതിന് ശേഷം അയാളോട്ട് നിസ്കരിക്കേണ്ടതും ഇല്ല. വഹാദ ഖൗലുൽ ജുംഹൂർ, കണ്ടോ അവിടെ ഇജ്മാ പറഞ്ഞില്ല, അവിടെ ജുംഹൂറാണ് പറഞ്ഞത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇതാകുന്നു. അപ്പോൾ അതിൽ കുറച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത് ഉണ്ട് എന്നർത്ഥം. ഇത് സ്വഹാബിമാരുടെ പല ചെയ്തികളും ഇതിൽ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന് ബോധക്ഷയമുണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തിന് നിസ്കാരമൊന്നും നിർവഹിക്കാൻ പറ്റിയില്ല. പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം ആ നിസ്കാരം പിന്നെ നിസ്കരിച്ചിട്ടില്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇമാം മാലിക്, ഇമാം ഷാഫി തുടങ്ങിയവരൊക്കെ ആ അഭിപ്രായക്കാർ തന്നെയാണ് ഈ വിഷയത്തിൽ. അതിലവർ ഒരു അസ്ലായി പറഞ്ഞത് അൽ അസ്ലു അദമുൽ ഖളാഇ ഇദാ ഖറജൽ വഖ്ത്, ഒരാളുടെ നിസ്കാര സമയം കഴിഞ്ഞാൽ പിന്നെ ഖളാ ഇല്ല, അതാണ് അസ്ല്. നിസ്കാരത്തിലെ അസ്ല് അതാണ്. ഇന്ന സ്വലാത്ത കാനത്തൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിസ്കാരം വിശ്വാസികൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. അപ്പോൾ ആ സമയം കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ നിസ്കരിച്ചു വിട്ട എന്ന ഒന്ന് അസ്ലിയായിട്ട് ഇല്ല. എന്നാൽ ആ അസ്ലിനാർക്കും ഒഴിവുണ്ടോ? ഇപ്പോൾ ഉറങ്ങിയ ഒരാൾ, അയാൾ ഉണർന്നാൽ പിന്നെ അപ്പം നിസ്കരിക്കണമല്ലോ. മറന്ന ഒരാൾ ഓർമ്മയാകുമ്പോൾ നിസ്കരിക്കണം. അപ്പോൾ അസ്ലിൽ നിന്ന് ഒഴിവുള്ള മസലയാണ് അതൊക്കെ. എന്ന പോലെ ഇയാൾക്കും അസ്ലിൽ നിന്ന് ഒഴിവുണ്ടോ? അതാണ് ചർച്ച. അസ്ലിയായിട്ട് ബേസിക്കലി ഇതിലുള്ള നിയമം സമയം കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ്. സമയത്ത് നിർവഹിച്ചോളൂ, അത് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയി, അത് റബ്ബിന് മുമ്പിൽ അയാൾ കുറ്റക്കാരനാണ്
എന്ത് ശിക്ഷയാണോ വിധിക്കുന്നത് അയാൾ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. അയാൾ തൗബ ചെയ്യുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു പുറത്തു കൊടുത്താൽ അയാൾക്കത് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ അതിന് ശിക്ഷ അയാൾ അനുഭവിച്ചോളണം. അതാണ് നിസ്കാരത്തിൻ്റെ കാര്യത്തിലുള്ള അടിസ്ഥാന നിയമം. എന്നാൽ ഉറങ്ങിയവനും മറന്നവനുമെല്ലാം അതിൽ ഇളവുണ്ട്. അസൽ നിയമത്തിൽ നിന്ന് ഇളവാണ് എന്ന പോലെ ഇയാൾക്ക് വല്ല ഇളവുമുണ്ടോ? കാരണം ഇയാൾ ബോധക്ഷയം സംഭവിച്ച ആളാണല്ലോ. അപ്പം ഇയാളെ ഉറങ്ങിയ ആളോട് ഖിയാസാക്കിയവരുമുണ്ട്, അല്ല ഭ്രാന്തനോട് ഖിയാസാക്കിയവരുമുണ്ട്. ഉറങ്ങിയ ആൾക്ക് നിസ്കാരം ആ സമയത്ത് അയാൾ ബാധ്യതയില്ല, എപ്പോഴാണ് ഉണർന്നത് അപ്പോൾ അയാൾ നിസ്കരിക്കണം. എന്ന പോലെ തന്നെയാണ് ബോധക്ഷയം ഉണ്ടായവൻ, അയാൾ ബോധം തെളിയുമ്പോൾ അയാൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഭ്രാന്തൻ അയാൾ ബുദ്ധിയില്ലാത്തവനാണ്, നിസ്കാരം നിർബന്ധമില്ല. അയാൾക്ക് എപ്പോഴാണോ ബുദ്ധി തിരിച്ചു വന്നത് അപ്പോൾ നിസ്കരിക്കേണ്ടതുമില്ല. എങ്കിൽ അയാളെപ്പോലെയാകുന്നു ഈ മുഗ്മ അലൈഹി, ബോധക്ഷയം സംഭവിച്ചത്. ഇതാണ് ഇതിൻ്റെ ബേസ്. അപ്പം ഭ്രാന്തനോട് ഖിയാസാക്കിയവർ പറഞ്ഞു അയാൾ നിസ്കരിച്ചു വിട്ടേണ്ടതില്ല. ഉറങ്ങിയ ആളോട് ഖിയാസാക്കിയവർ പറഞ്ഞു അല്ല, നിസ്കരിച്ച് വിട്ടേണ്ടതുണ്ട്. അപ്പം ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അയാൾ നിസ്കരിച്ചു വിട്ടേണ്ടതില്ല. കാരണം ഭൂരിപക്ഷവും ഖിയാസാക്കിയത് ഭ്രാന്തുള്ള അവസ്ഥയോടാണ്. അതിന് പുറമെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ചെയ്തി അതിൽ വരികയും ചെയ്തു. ഇബ്നു ഉമർ മുത്തബിഉ സുന്നയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ബോധക്ഷയം ഉണ്ടായപ്പോൾ നഷ്ടപ്പെട്ട നിസ്കാരം ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ സ്വഹാബിമാർ മനസ്സിലാക്കിയത് ആ നിസ്കാരം വേണ്ട, നിസ്കരിക്കേണ്ടതില്ല, ആ സമയം കഴിഞ്ഞു, അത് കഴിഞ്ഞു പോയി എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കിയത് എന്നാണ് അതിൽ നിന്ന് ഗ്രഹിക്കാവുന്നത്. ഇമാം ഷാഫിഈയും ഇമാം മാലിക്കും റഹിമഹുമുള്ള ആ അഭിപ്രായക്കാർ തന്നെയാണ്. എന്നാൽ ഹനഫി മദ്ഹബിൽ ചില വീക്ഷണ വ്യത്യാസമുള്ളത് 5 നമസ്കാരം വരെ ആണെങ്കിൽ അയാൾ നിസ്കരിച്ചു വീട്ടണം എന്നാണ്. 5 നിസ്കാരത്തിൻ്റെ കാലയളവ് അയാൾ ബോധമില്ലാതെ കിടന്നു, പിന്നെ ബോധം തെളിഞ്ഞു, എങ്കിൽ അയാൾ നിസ്കരിച്ചു വിട്ടുക. അതിലേറെയാണെങ്കിൽ പിന്നെ അയാൾ ഭ്രാന്തനോട് ഖിയാസാക്കാം. അപ്പം പിന്നെ അയാൾക്ക് ഇനി ബാധകമല്ല. ഇനി അയാൾ ബോധം തെളിഞ്ഞാൽ അയാൾ നിസ്കരിക്കേണ്ടതില്ല എന്നാണ് ഹനഫി മദ്ഹബിൽ പൊതുവെ അതിൽ പറഞ്ഞ അഭിപ്രായം. ഇബ്നു ബാസ് റഹിമഹുല്ല ഇതെല്ലാം ചർച്ചക്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അസ്ലിയായി അയാൾ നിസ്കരിച്ച് വീട്ടേണ്ടതില്ല എന്നതാണ് നിയമം. ഇനി ഒരാൾ സൂക്ഷ്മയുടെ ഭാഗമായി ഒരു 1, 2, 3 ദിവസം നിസ്കാരമൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നല്ല കാര്യമെന്ന് പറയാം. അല്ല അയാൾ നിസ്കരിക്കൽ നിർബന്ധമാണെന്നോ അയാൾ വീട്ടിക്കൊള്ളണമെന്നോ പറയാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ല. എന്നാൽ 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം, 6 മാസമൊക്കെ ഒരാൾ ബോധമില്ലാതെ കിടന്നു, പിന്നെ അയാൾ ശരിയായ ശേഷം ഈ 6 മാസം നിസ്കാരം മൊത്തം നിസ്കരിക്കണം എന്ന് ഏതായാലും പറയേണ്ടതില്ല എന്നാണ് എല്ലാവരും ഏതാണ്ട് ഏകോപിച്ച് പറഞ്ഞിരിക്കുന്നത്. വല്ലാഹു അഅലം. വഹാദാ ഖൗലുൽ ജുംഹൂർ, ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അഥവാ അയാൾ നിസ്കരിച്ചു വിട്ടേണ്ടതില്ല എന്നാണ്. ഖിയാസൻ അലൽ മജ്നൂൻ, ഭ്രാന്തനോട് ഖിയാസാക്കി താരതമ്യം ചെയ്തുകൊണ്ട്. ലിഅന്ന കുല്ല മിൻഹുമാ ഫാഖിദുൻ ലിഅഖ്ലിഹി ഫഖദൻ കാമിലാ. അപ്പോൾ എന്തുകൊണ്ട് ഭ്രാന്തനോട് ഖിയാസാക്കി? ബോധമില്ലാത്ത ആൾ ഭ്രാന്തനെ പോലെയാണോ ചോദിച്ചാൽ നമ്മൾ സമ്മതിക്കുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് ഖിയാസാക്കി? രണ്ടിലും അയാളുടെ ബുദ്ധി പൂർണ്ണമായി നഷ്ടപ്പെടുകയാണല്ലോ. ഭ്രാന്തുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ബുദ്ധി നഷ്ടപ്പെടലാണ്. ബോധക്ഷയം എന്ന് പറയുമ്പോഴും ബുദ്ധി നഷ്ടപ്പെടൽ തന്നെയാണ്. അതുകൊണ്ട് ഭ്രാന്തനോട് ഇയാളെ ഖിയാസാക്കാം. ഭ്രാന്തന് എന്തെല്ലാം ഹുക്കുമുണ്ടോ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, ആ ഹുക്കുമെല്ലാം ഇദ്ദേഹത്തിനും ബാധകമാണ്. അല്ലാഹു അഅലം. ഇനി മിസ്ലൽ മുഗ്മ അലൈഹി, ബോധക്ഷയം സംഭവിച്ചതിനെ പോലെ തന്നെയാകുന്നു മൻ ഇസ്തഅമല ദവാഅൻ യുസീലുൽ അഖ്ല, സ്വമേധയാ ബോധം നഷ്ടപ്പെട്ട ഒരാൾ, അയാളെപ്പോലെ തന്നെയാണ് മൻ ഒരുത്തൻ ഇസ്തഅമല ദവാഅൻ, അയാൾ ഒരു മരുന്ന് ഉപയോഗിച്ചു, യുസീലുൽ അഖ്ല, ബുദ്ധിയെ നീക്കം ചെയ്യുന്ന, ബോധം നഷ്ടപ്പെടുത്തുന്ന മരുന്ന് അയാൾ ഉപയോഗിച്ചു. ലിൽ ഹാജത്തി, ആവശ്യത്തിനു വേണ്ടി. കൽ ബഞ്ചി ഇൻദ ഇജ്റാഇൻ അമലിയത്തിൻ ജിറാഹിയത്തിൻ വനഹവി ദാലിക. അമലിയ ജിറാഹിയ എന്നാൽ ഓപ്പറേഷന് വേണ്ടി അനസ്തേഷ്യ നൽകുന്നത് പോലെ അതിൽ ആവശ്യമാണ്. ഒരാൾക്ക് ഒരു മേജർ സർജറി ഉണ്ട്, ആ സർജറിയുടെ ഭാഗമായി അനസ്തേഷ്യ നൽകി. അപ്പോൾ ആ മരുന്ന് കഴിച്ചാൽ ഇയാൾ ബോധം പോകുന്ന ഉറപ്പാണ് എന്നുള്ള മരുന്ന് കഴിക്കുന്നു. അപ്പോൾ അയാളുടെ ചെയ്തി കൊണ്ടാണ് ബുദ്ധി നഷ്ടപ്പെട്ടത്. അയാൾ ഒപ്പിട്ട് കൊടുത്ത, അയാൾ അംഗീകരിച്ച, അയാൾ സെലക്ട് ചെയ്ത ഒരു പ്രവർത്തനം കൊണ്ടാണ് ബോധം പോയത്. നേരെ മറിച്ച് ഭ്രാന്തനോ സ്വമേധയുടെ ബോധക്ഷയമുണ്ടായവനോ ഇതുപോലെയല്ല, അയാൾക്കതിൽ പങ്കില്ല. അയാൾ ഒരു ഇടപെടലില്ലാതെ
അയാളെ ബുദ്ധി പോയതാണ്. ഇവിടെ അതല്ല. ഇവിടെ അവർ അഡ്മിറ്റ് ആകുന്നു, അവർ ഡോക്ടർക്ക് ഒപ്പിട്ട് കൊടുക്കുന്നു, ആ മരുന്ന് ഉപയോഗിക്കാൻ അനുവദിക്കുന്നു. അത് ഉപയോഗിച്ചാൽ ബോധം പോകും എന്നറിയാം. അങ്ങനത്തെ ഒരാൾ അതും ഈ ഭ്രാന്തനെ പോലെ തന്നെയാകുന്നു, ഈ മുഹമ്മ അലൈഹിയെ പോലെ തന്നെയാകുന്നു, ബോധക്ഷയം സംഭവിച്ച ആളെപ്പോലെ തന്നെ ആകുന്നു എന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾക്കും പിന്നീട് ഓപ്പറേഷൻ കഴിഞ്ഞ് ബോധം തെളിഞ്ഞു വന്നാൽ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരം അയാൾ നിസ്കരിക്കേണ്ടതില്ല. പക്ഷെ ആവശ്യത്തിന് വേണ്ടി പ്രത്യേകം പറഞ്ഞു, ഹാജ, ആവശ്യത്തിന് വേണ്ടി. അപ്പം അല്ലാതെ ഉപയോഗിച്ചാലോ അത് ഹുക്കുമ്പ് വേറെയാണ്. ഒരാളിപ്പോൾ ഒരു മയക്കുമരുന്ന് വന്ന് ഉപയോഗിച്ചു, ഓപ്പറേഷനോ ചികിത്സ ഒന്നല്ല, അയാൾ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചു, 2 ദിവസം അയാൾ ഒന്നാകെ ബോധം കെട്ട് കിടന്നു. എന്നാൽ അയാൾക്ക് ഈ ഇളവ് കിട്ടുമോ? അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ലിൽ ഹാജത്തിന് പ്രത്യേകം പറഞ്ഞത്. ദവാഅൻ യുസീദുൽ അഖ്ല, ബുദ്ധിയെ ഇല്ലാതാക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചു. ലിൽ ഹാജ, ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എങ്കിൽ അയാൾ മുഹമ്മ അലൈഹി എപ്പോൾ തന്നെയാണ്. സൗദി അറേബ്യയിലെ ഫത്വ ബോർഡ് ലജ്ന ദായിമ അടക്കം ഈ വിഷയത്തിൽ നൽകിയ ഫത്വ അങ്ങനെ തന്നെയാണ്. ഇതിലൊക്കെ ഒരുപാട് കേസുകൾ വരാം. ചിലപ്പോൾ ഒരു അനസ്തേഷ്യ കൊടുത്തു, അയാൾ ബോധം തെളിഞ്ഞില്ല, കുറേ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ പക്ഷേ അയാൾ ബോധമില്ലാതെ കിടന്നേക്കാം. ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ്, ചിലപ്പോൾ മരുന്ന് മാറിക്കഴിക്കാം, അതിൽ ഡോസ് മാറിക്കഴിക്കാം, അതിനൊക്കെ സൈഡ് എഫക്റ്റ് ആയിക്കൊണ്ട് പക്ഷേ ഒരാൾ ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങൾ ബോധമില്ലാതെ കിടന്നേക്കാം. അയാളൊക്കെ പിന്നെ എഴുന്നേറ്റതിന് ശേഷം ആ ദിവസങ്ങൾ എല്ലാ നിസ്കാരവും നിസ്കരിക്കണോ വെച്ചാൽ വേണ്ട. എപ്പോഴാണോ ബോധം തെളിഞ്ഞു കിട്ടിയത് അവിടെ മുതൽ അയാൾ നിസ്കരിച്ചാൽ മതി എന്നാണ് സൗദി അറേബ്യയിലെ ലജ്ന ദായിമയുടെ ഫത്വയിലടക്കം കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ്. ഇനി മൻസാല അഖ്ലുഹു ബിമുഹറമിൻ, മൻസാല അഖ്ലുഹു, ഒരാളുടെ ബുദ്ധി നഷ്ടപ്പെട്ടു, ബിമുഹറമിൻ, ഹറാമായ ഒരു സംഗതി മുഖേന അയാളുടെ ബുദ്ധി നഷ്ടപ്പെട്ടു. മുസ്കിരിൻ, ലഹരി ബാധിച്ചവനെ പോലെ. അയാൾ മദ്യപിച്ചിട്ട് ആകെ ഇയാൾ ബോധം കെട്ട് എവിടെയെങ്കിലുമൊക്കെ കിടന്നു, ചിലപ്പോൾ ആകെ കുറേ മണിക്കൂറുകളോ 1-2 ദിവസമോ ആ കിടത്തം കിടന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ ആ സമയങ്ങളിൽ അയാൾ നിസ്കരിക്കുന്നില്ല. ഔ ഇസ്തിഅ്മാലി ദവാഇൻ യുസീദുൽ അഖ്ല ബിലാ ഹാജത്തിൻ, അല്ലെങ്കിൽ ഇസ്തിഅ്മാലി ദവാഇൻ, ഒരു മരുന്ന് ഉപയോഗിക്കൽ മുഖേന, യുസീദുൽ അഖ്ല, ബുദ്ധിയെ ഇല്ലാതാക്കുന്ന മരുന്ന്, ബിലാ ഹാജത്തിൻ, ഒരാവശ്യവുമില്ലാതെ. ഒരു മയക്കുമരുന്ന് അയാൾ കുത്തിവെച്ചു, അല്ലെങ്കിൽ സമാനമായ എന്തെങ്കിലും വല്ല മരുന്ന് അയാൾ എടുത്ത് കഴിച്ചു, അയാൾക്ക് അസുഖമില്ല, ചികിത്സിക്കാനല്ല, ഡോക്ടർമാർ നിർദ്ദേശിച്ചതല്ല, അയാൾ ഒരു വെറുതെ ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു ഹറാമായ സംഗതി മുഖേന ഒരാളുടെ ബുദ്ധി നഷ്ടമായി എങ്കിൽ ഫയജിബു അലൈഹി, അവിടെ നിർബന്ധമാണ് ഖളാഉസ് സ്വലാത്തില്ലത്തി ഫാതത്ഹു, നഷ്ടപ്പെട്ട നിസ്കാരം നിസ്കരിച്ചു വീട്ടിൽ അയാൾക്ക് നിർബന്ധമാണ്. കാരണം അയാളുടെ വീഴ്ച കൊണ്ടാണ് അയാൾക്ക് അവിടെ നിസ്കാരം നഷ്ടപ്പെട്ടത്. അയാളുടെ ഒരു പ്രവൃത്തി, അയാളുടെ ഒരു ശരിയല്ലാത്ത ഒരു പ്രവർത്തനം, അത് മുഖേനയാണ് അയാളുടെ ബുദ്ധി നഷ്ടമായത്. അതുകൊണ്ട് അയാൾ ആ ഇളവിന് അർഹനല്ല. അയാൾക്ക് ഉറങ്ങിയാക്കോ ബോധം കെട്ടാക്കോ ഭ്രാന്തനോ കിട്ടുന്ന ഇളവിന് ഇയാൾ അർഹനല്ല. അപ്പം ഇയാൾ ആ നിസ്കാരം നിസ്കരിച്ചു വിട്ടേണ്ടതുണ്ട്. വഹാദാ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരിൽ പൊതുവായ വിഭാഗത്തിനെല്ലാം അഭിപ്രായം ഇതാകുന്നു. മൊത്തത്തിലെടുത്താൽ, പൊതുവായി എടുത്താൽ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെയാണ്. എന്നാൽ അതിലും പറഞ്ഞവരുണ്ട്, അല്ല സമയം കഴിഞ്ഞു, അയാളെ സംബന്ധിച്ച് നിസ്കാരം നഷ്ടപ്പെട്ടു, ഇയാൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അയാൾ റബ്ബിനോട് തൗബ ചെയ്യാന്നല്ലാതെ ഇയാൾ നിസ്കരിക്കുന്ന അർത്ഥമില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ആമത്തു അഹ്ലിൽ ഇൽമ്, പണ്ഡിതന്മാർ നമ്മൾ പൊതുവായി എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് പോലൊക്കെ പറഞ്ഞൊരു അഭിപ്രായം ഈ അഭിപ്രായം തന്നെയാകുന്നു. ഇബ്നു മുൻദിർ റഹിമഹുള്ളയുടെ അൽ ഇജ്മാ എന്ന കിതാബിൽ അദ്ദേഹം ഇത് ആ നിലയ്ക്ക് രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. ഇബ്നു ഹസ്ം റഹിമഹുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ഫതാവയിൽ ഉണ്ട്. മുഗ്നിയുടെ പിന്നെ ഇബ്നു ഖുദാമയുടെ മുഗ്നിയിൽ അതുണ്ട്. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലും അദ്ദേഹം പറഞ്ഞ പ്രയോഗം ഫഅമ്മ സക്രാൻ അല്ലദി ലാ യഅരിഫുൽ അർള മിനസ് സമാ വല റജുല മിനൽ മർഅ ഫലാ ഇഖ്തിലാഫ ഫീ അന്നഹു കൽ മജ്നൂനി ഫീ ജമീഇ അഫ്ആലിഹി വഅഹ്വാലിഹി ഫീമാ ബൈനഹു വബൈനൻ നാസ് എന്നാണ്. അഥവാ ലഹരി ബാധിച്ച് ആകാശവും ഭൂമിയും തിരിച്ചറിയാത്ത ഒരാൾ, ആണും പെണ്ണിനെയും തിരിച്ചറിയാത്ത ഒരാൾ ആ അവസ്ഥയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ ഭ്രാന്തനെ പോലെ തന്നെയാണ് എല്ലാ വിഷയത്തിലും, നിസ്കാരത്തിൽ ഒഴികെ അതിൽ അവന്
അവരെ പോലാവില്ല എന്ന് ഇമാം ഖുർത്തുബിയൊക്കെ അഭിപ്രായമായി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ പൊതുവേ പണ്ഡിതന്മാരുടെ അഭിപ്രായം എടുത്തു നോക്കുമ്പോൾ അവനവൻ്റെ ഒരു അനാവശ്യമായ ഇടപെടൽ കാരണമായി ബുദ്ധി നഷ്ടപ്പെട്ടു പോയ ഒരാൾ, അയാൾ ഈ ഇളവിന് അർഹനല്ല. അപ്പോൾ അയാളുടെ കാര്യത്തിൽ അയാൾക്കൊരു പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആ നിസ്കാരമൊക്കെ അയാൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ നല്ലൊരു ശതമാനം ഉണ്ട്. അല്ലാതെ അവനവൻ്റെ കൊണ്ടൊന്നും അല്ല, സ്വാഭാവികമായി അയാൾക്ക് ബോധക്ഷയമുണ്ടായി അല്ലെങ്കിൽ ഭ്രാന്തുണ്ടായി, ബുദ്ധി നഷ്ടപ്പെട്ടു, ചികിത്സയുടെ ഭാഗമായി മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അയാൾ ബോധമില്ലാതായി, ഇത്തരം ആളുകൾക്കൊന്നും ആ നിസ്കാരം പിന്നെ നിസ്കരിച്ചു വിട്ടൽ ആവശ്യമില്ല. ലിഅന്നഹു ഗൈറു മഅ്ദൂരിൻ, എന്തുകൊണ്ട് ഇയാൾ മാത്രം നിസ്കരിക്കണമെന്ന് പറഞ്ഞു? ലിഅന്നഹു, കാരണം ഇയാൾ ഗൈറു മഅ്ദൂരിൻ, ഇയാൾക്കൊരിക്കലും അതിൽ ഒഴിവില്ലാത്തവൻ, ഒഴികഴിവ് നൽകപ്പെടാത്ത, എക്സ്ക്യൂസ് ഇല്ല, അയാൾക്ക് ഉദറില്ല. ഗൈറു മഅ്ദൂർ, അയാൾക്ക് ന്യായമായ കാരണമില്ലാത്തവനാകുന്നു. വലിഅന്ന ഖളാഅ അസ്സലാത്തി യജിബു അലാ മൻ സാല അഖ്ലുഹു ബിന്നൗമി ബിൽ ഇജ്മാഅ്, ഒന്ന് അയാൾക്ക് ഉദറില്ല, രണ്ട് അതോടൊപ്പം ഉറക്കം കൊണ്ട് ബോധം നഷ്ടപ്പെട്ട ഒരാൾ ഉറങ്ങി, സ്വബോധമില്ലാതെ ഒരാൾ ഉറങ്ങി എങ്കിൽ അയാൾ നിസ്കരിക്കണമല്ലോ. ഉറങ്ങിയ ഒരാൾ ഉറങ്ങി എഴുന്നേറ്റാൽ നിസ്കരിക്കണം, അത് ഇജ്മാ ആണ്. എങ്കിൽ അയാൾ നിസ്കരിക്കണമെങ്കിൽ ഇവൻ ഏതായിരുന്നാലും നിസ്കരിക്കണം എന്ന ന്യായവുമാണത്. കമാസയത്തി ബഅദ ഇദ്ദത്തി മസാഇൽ, അതിനുശേഷം വിശദമായി വരുന്നുണ്ട്. ഫയജിബു അലാ മൻ സാല അഖ്ലുഹു ബിമുഹറമിൻ ബിത്വരീഖിൽ ഔലാ, ഉറക്കം കൊണ്ട് നഷ്ടപ്പെട്ട ഒരാൾ നിസ്കാരത്തെ അയാൾ നിസ്കരിച്ച് വീട്ടണമെങ്കിൽ ഹറാമ് ചെയ്തിട്ട് ബോധം നഷ്ടപ്പെട്ട ഒരാൾ ഏതായിരുന്നാലും അയാൾ നിസ്കരിച്ച് വീട്ടണം എന്ന ന്യായമാണ് അതിനവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇനി 1250 മസ്അല, ഈ മസ്അല പറയുമ്പോൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തേണ്ടുന്നൊരു കാര്യം, ഇവിടെ ബോധക്ഷയം അനസ്തേഷ്യൊക്കെ വന്നല്ലോ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അനിവാര്യമായും പറയേണ്ടുന്ന ഒരു കാര്യം അദ്ദേഹം പ്രത്യേകം ഉണർത്തുകയാണ്. അന്നഹു യജിബു അല ത്വബീബി, ഡോക്ടർമാർക്ക് നിർബന്ധമാണ് സർജറിയും അതേപോലെ അനസ്തേഷ്യയും ഒക്കെ നിസ്കാര സമയത്തിന് അപ്പുറത്തേക്ക് നീട്ടിവെക്കൽ ഡോക്ടർമാർക്ക് നിർബന്ധമാണ്. ഔ ഹത്താ യുഅദ്ദിയൽ മരീദു അസ്സലാ, അല്ലെങ്കിൽ ആ രോഗി നിസ്കരിക്കുന്നവരെ നിസ്കരിച്ചിട്ട് തുടങ്ങാം. ഇദാ കാന യുംകിനുഹു ദാലിക മിൻ ഗൈരി ളററിൻ അലൽ മരീദ്, രോഗിക്ക് മറ്റു പ്രയാസമൊന്നും ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ. പിന്നെ എമർജൻസി ഓപ്പറേഷൻ അല്ല, എപ്പോൾ ചെയ്താലും മതി എങ്കിൽ സ്വാഭാവികമായും ഒരു നിസ്കാരത്തെ സമയമൊക്കെ ആണെങ്കിൽ അയാൾ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് അയാൾക്ക് അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യുക. അതൊന്നും നോക്കാതെ ബാങ്ക് കൊടുക്കുന്ന തൊട്ട് മുമ്പ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി പിന്നെ അയാൾക്ക് നിസ്കാരം ഇല്ല ഒന്നുമില്ല അങ്ങനെ പോകുന്നത് ഡോക്ടർമാർ കൂടി ശ്രദ്ധിക്കണം. ഇതൊരു എമർജൻസിയാണ്, അവിടെ വെച്ച് അപ്പം ചെയ്തേ പറ്റുള്ളൂ, ഓരോ മിനിറ്റും പ്രധാനമാണ്. ഒരു അല്പം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള എമർജൻസി കേസാണ് എങ്കിലൊക്കെ അവിടെ ഇത് നിർവാഹമില്ല. അവിടെ ഫത്തഖുല്ലാഹ മസ്തതഅ്തും, അതേപോലെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നൊക്കെ പറഞ്ഞത് പ്രകാരം അവിടെ പ്രശ്നമല്ല. അതാണ് മിൻ ഗൈരി ളററിൻ അലൽ മരീദ്, രോഗിക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ഇങ്ങനെ നീട്ടിവെക്കാൻ കഴിയുന്നതാണെങ്കിൽ അവിടെ ആ നിസ്കാരം കൂടി പരിഗണിക്കൽ ഡോക്ടർമാർക്ക് നിർബന്ധമാണ്. അപ്പോൾ മുസ്ലിമായ ഡോക്ടേഴ്സ് ഇസ്ലാമികമായി അവർ പാലിക്കേണ്ടുന്ന ഒരു മര്യാദ, ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ് ഈ ഒരു നിയമവും. വല്ലാഹു അഅലം. അതോടെ 5-ാമത്തെ അധ്യായം ഇവിടെ കഴിഞ്ഞു. ഇനി അൽ ഫസ്ലു സാദിസ്, ഇല്ല ഉറക്കം കൊണ്ട് പോയാൽ അയാൾ എപ്പോൾ ഉണർന്നോ അപ്പം നിസ്കരിക്കുക എന്നുള്ളതാണ്. എത്ര വക്ത് എന്ന് പറഞ്ഞിട്ടില്ല, എത്ര വക്ത് അല്ലെങ്കിൽ എത്ര സമയം എന്നൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അത്തരം ആളുകൾക്ക് നിയമം പറഞ്ഞു വെച്ചാൽ, ഒന്ന് അയാൾ അങ്ങനെ ഉറങ്ങുമെന്ന് അയാൾക്ക് അറിയുമെങ്കിൽ ഉണർത്താൻ ആവശ്യമായ സംവിധാനം ചെയ്തു വെക്കുക നിർബന്ധമാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ അലാറം വെക്കുക, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞ് ഏൽപ്പിക്കുക, അത് ഞാൻ കിടക്കുന്നിട്ടോ വാങ്ങി കൊടുത്താൽ വിളിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക, അത് അയാൾക്ക് ബാധ്യതയാണ്. അതൊന്നും പരിഗണിക്കാതെ അയാളൊന്നും ആലോചന ചെയ്ത് പെടുത്താണ്ട് കിടന്നു കഴിഞ്ഞിട്ട് ഒന്നാകെ പോവുക, അവിടെ അയാൾ ഒരു വീഴ്ച വരുത്തിയെന്നത് അയാൾക്ക് വരും. ഇനി അൽ ഫസ്ലു സാദിസ്, 6-ാമത്തെ അധ്യായം. ഹുക്മു സ്വലാത്തി
ഫി ഹഖ്ഖിൽ ഹാഇദി വന്നുഫസാഇ. ആർത്തവകാരിയും അതേപോലെ പ്രസവരക്തമുള്ളവളും അവരുടെ കാര്യത്തിലുള്ള നിസ്കാരത്തിൻ്റെ വിധി. ഒരു ഭാഗം നമ്മൾ നേരത്തെ ത്വഹാറത്തിൽ ഹൈദു നിഫാസിൻ്റെ ബാബ് പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞു പോയി. അൽ ഹാഇദു വന്നുഫസാഉ, ആർത്തവകാരിയും നിഫാസുകാരിയും ലാ തജിബു അലൈഹിമാ അസ്വലാ, അവർ രണ്ടുപേർക്കും നിസ്കാരം നിർബന്ധമില്ല. വലാ തസിഹു മിൻഹുമാ, അവർ നിസ്കരിച്ചാൽ ആ നിസ്കാരമൊട്ട് ശരിയാവുകയും ഇല്ല. നിർബന്ധമില്ല എന്ന് മാത്രമല്ല ശരിയാവില്ല. അപ്പം നിർബന്ധമില്ലെങ്കിലും ഞാൻ നിസ്കരിക്കുകയാണ് എന്നൊരു പെണ്ണ് തീരുമാനിച്ചാലോ പറ്റൂല, ആ നിസ്കാരം സ്വഹിയാവുകയില്ല. വഹാദാ കുല്ലുഹു മുജ്മഉൻ അലൈഹി, ഇതെല്ലാം ഇജ്മാ ഉള്ള കാര്യമാണ്. ഇത് പൊതുവെ അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഇല്ല, ഇജ്മാ ഉള്ള കാര്യമാണ് ഈ വിഷയം. വൈദാ ദഖല വഖ്തു സ്വലാത്തിൻ വൽ മർഅതു ത്വാഹിറത്തുൻ, ഇനി വൈദാ ദഖല വഖ്തു സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ചു, വൽ മർഅതു ത്വാഹിറത്തുൻ, ഒരു പെണ്ണാ സമയത്ത് ശുദ്ധിയുള്ളവളാണ്, സുമ്മ ഹാദത്ത്, പിന്നീട് അവൾക്ക് ഹൈദുണ്ടായി, ഫി വഖ്തി ഹാദിഹി സ്വലാ, ആ നിസ്കാരത്തെ സമയത്ത് തന്നെ, ഖബ്ല അൻ തുഅദ്ദിയഹ, നിസ്കരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ളുഹൂറ് അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് 2:30 മണി 3 മണിക്ക് നിസ്കരിക്കല്. അപ്പോൾ ളുഹൂറ് ബാങ്ക് വിളിക്കുമ്പോൾ അവൾക്ക് ആർത്തവമില്ല, എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആർത്തവം ആരംഭിച്ചു, അവൾ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ നിസ്കാരത്തിന് സമയം തുടങ്ങിയപ്പോൾ അവൾ ശുദ്ധിയുള്ളവളാണല്ലോ, നിസ്കരിക്കാൻ ഒരുങ്ങിയപ്പോഴേക്ക് ആർത്തവം ആരംഭിക്കുകയും ചെയ്തു എങ്കിൽ ഫലാ യജിബു അലൈഹ, അവൾക്ക് നിർബന്ധമില്ല ഖലാഉ ഹാദിഹി സ്വലാ, ഈ നിസ്കാരം ഖലാ വിട്ടൽ നിർബന്ധമില്ല. ആ ബാങ്ക് കൊടുക്കുമ്പോൾ ശുദ്ധി ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ഇനി 6 ദിവസം കഴിഞ്ഞ് ശുദ്ധിയാകുമ്പോൾ ആ ളുഹൂറ് വീട്ടണോ ചോദിച്ചാൽ വേണ്ട. കാരണം ആ ളുഹറിൻ്റെ ബാങ്ക് മുതൽ അസ്ർ വരെ സമയമുണ്ട്, ആ സമയത്തിന് ഇടയിലാണ് അവൾ ആർത്തവകാരിയായി മാറിയത്, അതുകൊണ്ട് അവൾക്കതിൽ ഇളവുണ്ട്, ആ നിസ്കാരം നിസ്കരിച്ച് വിട്ടേണ്ടതില്ല. ലിമാ സബഖ ദിക്റുഹു ഫീ ബാബിൽ ഹൈലി, ഹൈലിൻ്റെ അധ്യായത്തിൽ അത് വിശദമായി പരാമർശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആർക്കെല്ലാം നിർബന്ധമാകും എന്നതാണ് ഇപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി ഹുക്മു ജാഹിദി സ്വലാത്തി വതാരിക്കിഹ, നിസ്കാരം നിഷേധിക്കുന്ന ഒരാൾ അത് ഉപേക്ഷിക്കുന്ന ഒരാളും അയാളുടെ ഹുക്കം എന്താണ്? രണ്ട് നിലക്കും ഉണ്ടാവാം. ഒരു നിസ്കാരം അയാൾ അംഗീകരിക്കുന്നില്ല, അങ്ങനെ നിസ്കാരമില്ല, അത് ഫർളല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്നൊരാൾ പറയുന്നു, എന്നാൽ അയാൾ നിസ്കരിക്കണില്ല. നിസ്കരിക്കാൻ പറയുന്നത് എന്ത് നിസ്കാരം, അങ്ങനെ നിസ്കാരം നിർബന്ധമൊന്നുമില്ല, അതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണ്, ഞാനത് അംഗീകരിക്കൂല എന്ന് പറഞ്ഞ് നിസ്കാരം തന്നെ ഫർളില്ല എന്ന് വാദിക്കുന്നത്, മറ്റൊരാൾ നിസ്കാരം ഫർളാന്ന് അംഗീകരിക്കുന്നു പക്ഷെ അത് നിസ്കരിക്കുന്നില്ല, അയാൾക്ക് അത്ര ഒരു ഗൗരവമുള്ളൂ. നിസ്കാരമൊക്കെ നിർബന്ധമാണ്, നിസ്കരിക്കും വേണം, അതൊക്കെ അറിയാം, പക്ഷെ അയാൾ നിസ്കരിക്കുന്നില്ല. ഇത് രണ്ടും ഒരേപോലെയല്ല, രണ്ടും ഗൗരവത്തിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ഫർളിനെ തന്നെ നിഷേധിക്കുകയാണ്, മറ്റൊന്ന് ഫർളിനെ അംഗീകരിക്കുന്നു, അലസത കൊണ്ടോ അയാളൊരു മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ അയാൾ അതിനെ പാഴാക്കിക്കളെ ഉപേക്ഷിക്കുന്നു. ഈ രണ്ടാളുടെയും വിധി എന്താണ് എന്നാണ്. മൻ ജഹദ വുജൂബ സ്വലാത്തി, നിസ്കാരത്തിൻ്റെ വുജൂബിനെ വല്ലവരും നിഷേധിച്ചാൽ ലിജഹ്ലിഹി, അറിവില്ലായ്മ കാരണം, അവരൊക്കെ അറിയില്ല, പഠിത്ത ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ, ഇസ്ലാം സ്വീകരിച്ച പഠിത്തം മുസ്ലിമായി വന്നതാണ്, അയാൾക്ക് അങ്ങനെ 5 വക്ത് നിസ്കാരം എന്നൊന്നും അയാൾക്ക്, നിസ്കരിക്കുന്ന കാണാൻ ആളുകൾക്ക് പക്ഷെ നിർബന്ധമാണ് നിസ്കരിച്ചേ പറ്റൂ എന്നൊന്നും അയാൾക്ക് അങ്ങനെ അറിയില്ല എങ്കിൽ ഉർരിഫ ദാലിക, അയാൾക്കത് അറിയിച്ചു കൊടുക്കണം. അയാളുടെ പേരിൽ നമ്മൾ ഒരു വിധി പറയും മുമ്പ്, അയാൾ ഇസ്ലാമിന് പുറത്ത് പോയിന്നോ അയാൾ കാഫിറാണെന്നോ പറയുന്നതിന് മുമ്പ് ആദ്യം അയാൾക്ക് അറിയിച്ചു കൊടുക്കണം, ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ട്, 5 നിസ്കാരം ഉണ്ട്, നിസ്കരിച്ചേ പറ്റുള്ളൂ എന്ന് അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വഹുവ മഅ്ദൂറുൻ, അയാൾക്ക് ഉദ്റുണ്ട്, അയാൾക്കതിൽ ഒഴികഴിവുണ്ട്, ന്യായമായ കാരണമുണ്ട്. കാരണം ജഹ്ൽ എന്നുള്ളത് ഒരു ഉദ്റാണ്. ലിഅന്നൽ ജഹ്ല ഉദ്റുൻ ശർഇയ്യുൻ, ശർഅ് അംഗീകരിച്ച ഒരു ന്യായമായ കാരണമാണ് അറിവില്ലായ്മ. ഏത് വിഷയത്തിലും ഏത് കാര്യത്തിലും അയാൾക്ക് കാര്യം അറിയില്ല എങ്കിൽ അയാൾക്ക് കുറ്റമില്ല. അറിയില്ലാന്ന് വെറുതെ പറയാൻ പറ്റില്ല, അറിയാൻ സംവിധാനമുണ്ട്, ചോദിക്കാൻ ആളുകളുണ്ട്, ഇയാൾ ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല, അത് ജഹലല്ല, അത് അയാളുടെ അനാസ്ഥയാണ്. പണ്ഡിതന്മാർക്കിടയിൽ ജീവിക്കുന്നു, പള്ളികളെമ്പാടുമുണ്ട്, ക്ലാസ്സുകൾ ധാരാളമുണ്ട്, വിളിച്ചു ചോദിച്ചാൽ ഇഷ്ടം പോലെ അവസരം കിട്ടാൻ ചാൻസ് ഉണ്ട്, അതൊന്നും ഉപയോഗിക്കാതെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അതേസമയം ഒരു മനുഷ്യൻ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ്,
അവിടെ മുസ്ലിമീങ്ങളൊന്നുമില്ല, അവിടെ പണ്ഡിതന്മാരില്ല. അയാൾ കുറേയൊക്കെ അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞു, പക്ഷേ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റാരെയും കിട്ടിയില്ല. അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നാണ് പഠിക്കാനുള്ള സാവകാശം അയാൾക്ക് ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ അയാൾ ചോദിച്ച പണ്ഡിതന്മാരാണെങ്കിലും ഇയാൾക്ക് തെറ്റായി പറഞ്ഞു കൊടുത്തു, അയാൾ അങ്ങനെ വിശ്വസിച്ച് പോന്നു. പിന്നെ അയാൾ അറിഞ്ഞത് അതങ്ങനെ അല്ല എന്ന്. അതൊക്കെ അയാൾക്കുള്ള ഉഴുതറായിക്കൊണ്ട് പരിഗണിക്കാം. അപ്പോൾ ആ ഗണത്തിൽ ഇയാൾക്കും ഉഴുതറുണ്ട്. അപ്പോൾ ആ കാരണം കൊണ്ടാണ് നിസ്കാരം ഉപേക്ഷിച്ചാൽ അയാൾ മഅ്ദൂറാണ്. ശറഅ് അംഗീകരിച്ച ന്യായമായ കാരണം അയാൾക്കുണ്ട്, അയാൾക്ക് അതിൽ ഒഴിവുണ്ട്. എന്നാൽ അമ്മ ഇൻ ജഹദഹ, എന്നാൽ ഒരാൾ നിഷേധിച്ചു ഇനാദൻ, ധിക്കാരം കാരണം, വാശി കൊണ്ട്. ഇനാദ് വാശി, ധിക്കാരം, അതൊക്കെ ഇനാദ് അറിയാം. ഒരാൾ ഇനാദായിക്കൊണ്ട് നിഷേധിച്ചു, ഫഇന്നഹു യകൂനു മുർത്തദ്ദൻ, എങ്ങനെ അയാൾ മുർത്തദ്ദായി മാറും, ഇസ്ലാമിൽ അയാൾ പുറത്തു പോയി എന്നാണ് കണക്കാക്കപ്പെടുക. അയാൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, റസൂലിനെ വിശ്വസിക്കുന്നു, പരലോകം അംഗീകരിക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷെ നിസ്കാരം അയാൾ അംഗീകരിച്ചില്ല എങ്കിൽ അയാൾ ഇസ്ലാമെന്ന് പുറത്താണ്. വഹാദാ മുജ്മഉൻ അലൈഹി, ഈ കാര്യവും ഇജ്മാ ഉള്ള കാര്യമാണ്. ലിഇൻകാരിഹി മാ ഹുവ മഅലൂമുൻ മിൻ ദീനിൽ ഇസ്ലാമി ബിദ്ദറൂറത്തി, ഇസ്ലാമിൽ ലറൂറിയായി അറിയപ്പെട്ടൊരു കാര്യം അയാൾ നിഷേധിച്ചു. രണ്ട് തരം കാര്യങ്ങളുണ്ട്. ഒന്ന്, ലറൂറിയായി അറിയപ്പെടാന്ന് പറഞ്ഞാൽ കൂടുതൽ പഠനവും ചിന്തയും അന്വേഷണവും ഒന്നും ആവശ്യമില്ലാതെ തന്നെ അറിയുന്നതും അറിയാതിരിക്കാൻ ന്യായമില്ലാത്തതും, അത് ലറൂറിയായി തന്നെ. ഇപ്പോൾ 5 വക്ത് നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളത് ഏത് സാമാന്യ മുസ്ലിമിനും അറിയാം. മുസ്ലിമിന് മാത്രമല്ല, അമുസ്ലിമികൾക്ക് പോലും അറിയാം മുസ്ലിങ്ങൾക്ക് 5 നേരം നിസ്കാരമുണ്ട് എന്ന് അവർക്കും കൂടെ അറിയാം. റമദാൻ മാസം വന്നാൽ നോമ്പ് നിർബന്ധമാണ് എന്ന് അറിയാത്ത മുസ്ലിമീങ്ങൾ സാധാരണത്തിലുണ്ടാവില്ല. അതാ ലറൂറിയായത് പറഞ്ഞത്. അറിയാതിരിക്കാൻ ഒരു ന്യായമില്ല. അങ്ങനെ അറിയപ്പെട്ട കാര്യങ്ങൾക്കാണ് ലറൂറിയായി അറിയപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ മറ്റു വിശദാംശങ്ങൾ നമ്മൾ ഈ പഠിച്ചു പോണ ഈ വിശദാംശങ്ങളൊക്കെ അതൊക്കെ എല്ലാ മുസ്ലിമേക്കും അറിയിച്ചാൽ അറിയില്ല, അത് ലറൂറിയല്ല. അങ്ങനത്തെ ഒരാൾ നിഷേധിച്ചു, അത് കാഫിറാവൂല്ല. എല്ലാവർക്കും അറിയാത്ത, അന്വേഷിച്ചും പഠിച്ചും അത് കൂടുതൽ അറിവുള്ളവർക്കും മാത്രം അറിയാവുന്ന സംഗതിയാണെങ്കിൽ അതുകൊണ്ട് അത് അറിയാത്തതുകൊണ്ടോ നിശ്ചയിച്ചുകൊണ്ടോ ഒരാൾ കാഫിറായി പോകില്ല. എന്നാൽ അനിവാര്യമായും അറിയപ്പെട്ടതും അറിയാതിരിക്കാൻ ന്യായമില്ലാത്തതുമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒരാൾ നിഷേധിക്കുകയാണ് എങ്കിൽ ഇസ്ലാമിൽ തന്നെ അയാൾ പുറത്തു പോയതായിട്ട് കണക്കാക്കും. അപ്പോൾ ഇയാൾ മുർത്തദ്ദാകും. ആ കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ഇനി മൂന്നാമത്, അപ്പോൾ ഒന്ന് അറിവില്ലായ്മ കൊണ്ട് നിഷേധിച്ചു, അയാൾക്ക് പ്രശ്നമില്ല, അയാൾക്ക് അറിയിച്ചു കൊടുക്കുക, അറിയിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് പഠിച്ചിട്ട് പിന്നെ നിഷേധിക്കുകയാണെങ്കിൽ രണ്ടാമത്തേക്ക് മാറും അയാൾ. രണ്ടാമത് ധിക്കാരം കാരണം, വാശി കാരണം നിഷേധിക്കുന്ന ഒരാൾ, അയാൾ മുർത്തദ്ദായി കണക്കാക്കപ്പെടും. മൂന്നാമത് മൻ തറക്ക സ്വലാത്ത കസ്ലൻ, മടി കാരണം, അലസത കാരണം നിസ്കാരം ഒഴിവാക്കുന്ന ഒരാൾ. അതിന് നിർബന്ധം എന്നൊക്കെ അറിയാം, അംഗീകരിക്കുന്നുണ്ട്, നിസ്കരിക്കലുമുണ്ട്, പക്ഷേ അത്ര ഇത് അയാൾക്ക് ശ്രദ്ധയുള്ളൂ. അപ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെ അശ്രദ്ധമായിട്ട് നിസ്കാരം ഒഴിവാക്കും അത്തരം ഒരാൾ. വഅദമ ഇഹ്തിമാമിൻ ബിശഅനിഹാ, നിസ്കാരത്തിൻ്റെ കാര്യം അത്ര പരിഗണിക്കുന്നില്ല, അയാൾക്ക് അത്ര വലിയ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഫർളാണ്, നിസ്കരിക്കുന്ന നിർബന്ധം അതൊക്കെ അറിയാം, പക്ഷേ അത് അത്ര അയാളങ്ങനെ അതിനൊരു വില കൽപ്പിച്ചിട്ടില്ല. മഅ ഇഖ്റാറിഹി ബിഫർളിയതിഹാ, നിസ്കാരം ഫർളാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ, ഫർളയൊക്കെ അറിയാം, അയാൾ അംഗീകരിക്കുന്നുമുണ്ട്, എന്നിട്ടും അയാൾ അതിന് വേണ്ടത്ര ഗൗനിക്കുന്നില്ല എങ്കിൽ ഫഹുവ മുർത്തദ്ദുൻ, അയാളും മുർത്തദ്ദാകുന്നു. ലിമാ സബഖ ഫിൽ ബാബി സാബിഖി, കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ അതേ ന്യായമാണ് ഇവിടെയും ഉള്ളത്. അപ്പോൾ ഇവനും രണ്ടാമത്തവനും മൂന്നാമത്തവനും മുർത്തദ്ദാണ്. ഒന്നാമത്തവനോ ഇളവുള്ളവനാണ്. മുർത്തദ്ദാണെങ്കിൽ വയജിബു ഖത്ലുഹു, അവനെ കൊല്ലൽ നിർബന്ധവുമാണ്. ഇപ്പോൾ ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ ഇസ്ലാമിക കോടതി ഇങ്ങനത്തെ ഒരാളെ പിടികൂടി കോടതി കൊണ്ടുവന്നാൽ അയാൾക്ക് വധശിക്ഷ നിശ്ചയിക്കും. നിസ്കരിക്കാത്ത ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ കോടതി കൊണ്ടുവരും, ഹാജരാക്കും, വിചാരണ ചെയ്യും. വിചാരണ ചെയ്യുമ്പോൾ അയാൾ പറയണേ എനിക്ക് നിസ്കാരം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, അറിയാത്ത നിസ്കരിക്കാതാണ്. അപ്പോൾ അന്വേഷിക്കും, അയാൾക്ക് അറിയാതെ നിൽക്കാൻ ചാൻസ് ഉണ്ടോ, അയാൾ ജീവിക്കുന്ന നാട് ഏതാണ്, ചുറ്റുപാട് ഏതാണ്, അവിടെ അങ്ങനെ അറിയാൻ സംവിധാനം ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. അപ്പോൾ ശരിയാണ്, പറഞ്ഞത് ശരിയാണ്, അയാൾക്ക് അറിയാനൊന്നുമില്ല സാഹചര്യമൊന്നുമില്ല എങ്കിലും ഒക്കെ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ക്ലാസ് കൊടുത്ത് ഗൗരവം പറഞ്ഞു കൊടുത്ത് ഹദീസുമായിട്ടും പറഞ്ഞ് അയാൾക്ക് ഇനി മുതൽ നിസ്കരിക്കണമെന്ന് പറഞ്ഞ് അയാൾ തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ട് അയാളെ വിട്ടയക്കും.
അതല്ല, അയാൾ കോടതി വന്നപ്പോഴും ഈ നിസ്കാരത്തെ നിഷേധിക്കുക. എന്ത് നിസ്കാരം, ഞാൻ അംഗീകരിക്കണമെന്നില്ല എന്ന് പറഞ്ഞു. ആ നിസ്കാരം ഫർളൊക്കെയാണ്, പക്ഷെ ഞാൻ നിസ്കരിക്കൂല എന്ന് പറഞ്ഞു എങ്കിൽ അയാൾ മതത്തിൻ്റെ ഒരു അടിസ്ഥാന സംഗതിയെ പരിഹസിച്ചു, ചോദ്യം ചെയ്തു എന്ന വകുപ്പിൽ അയാൾ മുർത്തദ്ദായി കണക്കാക്കും. അയാൾക്ക് വധശിക്ഷ നടപ്പാക്കാൻ ഭരണാധികാരിക്ക് അധികാരമുണ്ട്. ലിഹദീസി മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു റവാഹുൽ ബുഖാരിയു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസാണ് തെളിവ്. മൻ ബദ്ദല ദീനഹു, ആരെങ്കിലും തൻ്റെ ദീനിനെ മാറ്റിമറിച്ചാൽ ഫഖ്തുലൂഹു, നിങ്ങൾ അവനെ കൊന്നുകളയുക എന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. ആ ഹദീസാണ് അതിന് തെളിവായി കാണുന്നത്. ഒരു ഇജ്മാഇൽ ഉമ്മത്തി അലാ ഖത്ലിൽ മുർത്തദ്ദി, ഒരു ഇജ്മാഇൽ ഉമ്മത്ത് ഇജ്മാ ആയിട്ടുമുണ്ട് അലാ ഖത്ലിൽ മുർത്തദ്ദി, മുർത്തദ്ദിനെ കൊല്ലണമെന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് മൊത്തം ഇജ്മാ ഉള്ള കാര്യം. പണ്ഡിതന്മാർ മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിൻ്റെ തന്നെ ഇജ്മാ ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വധശിക്ഷയാണ് ഇസ്ലാമിക കോടതി അയാൾക്ക് നിശ്ചയിക്കുക. ഇനി എത്ര നിസ്കാരം ഒഴിവാക്കിയാൽ, എത്ര നിസ്കാരം ഉപേക്ഷിച്ചാലാണ് ഈ വിധി? ذهب فقهاء المحدثين إلى أن المسلم يكفر بترك فريضة واحدة. وذهب فقهاء المحدثين, ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട ഫുഖഹാ, ഹദീസിലും ഫിഖ്ഹിലും പ്രാവീണ്യമുള്ളവർ. ചിലത് രണ്ടുണ്ടാവും, ഫിഖ്ഹിൽ പ്രാവീണ്യമുള്ളവരുണ്ട്, ഹദീസിൽ പ്രാവീണ്യമില്ലാത്തവർ. ഹദീസിൽ പ്രാവീണ്യമുള്ളവരുണ്ട്, കർമ്മശാസ്ത്രത്തിൽ അത്ര പ്രാവീണ്യം ഇല്ലാത്തവർ. എന്നാൽ മുഹദ്ദിസീങ്ങളിൽ തന്നെ പെട്ട ഫുഖഹാ ഉണ്ട്. ഹദീസിലും വലിയ അഗ്രഗണ്യരാണ്, അതോടൊപ്പം കർമ്മശാസ്ത്രത്തിലും അവർ അഗ്രഗണ്യരാണ്. ഫുഖഹാ ഉൽ മുഹദ്ദിസീൻ എന്ന് അറിയപ്പെടുന്നവർ ഇമാം മാലിക്കിനെ പോലെ, ഇമാം ഷാഫിഇയെ പോലെ, ഇമാം അഹ്മദിനെ പോലെ ഇവരൊക്കെ അതിൽ പെടുന്നവരാണ്. ഇവർക്ക് മുഹദ്ദിസീങ്ങളാണ്, അതോടൊപ്പം ഫുഖഹാക്കളുമാണ്. ഇമാം അഹ്മദ് ഹദീസിൽ ഇമാം ഷാഫിയുടെ ഉസ്താദാണ്, ഇമാം ഷാഫി ഫിഖ്ഹിൽ ഇമാം അഹ്മദിൻ്റെ ഉസ്താദുമാണ്. ഫിഖ്ഹിൽ ഇമാം അഹ്മദിനേക്കാളും മേലെ ഇമാം ഷാഫിയാണ്, ഹദീസിൽ ഇമാം ഷാഫിയേക്കാളും മേലെ ഇമാം അഹ്മദുമാണ്. എന്നാൽ രണ്ടുപേരും ഹദീസിലും ഫിഖ്ഹിലും അഗ്രഗണ്യരാണ് താനും. അപ്പം ഇങ്ങനെ ഫിഖ്ഹിൽ അഗ്രഗണ്യരായ ഹദീസ് പണ്ഡിതന്മാർ അവർ അഭിപ്രായപ്പെടുന്നു, ഇല അന്നൽ മുസ്ലിമ, ഒരു മുസ്ലിം യക്ഫുറു, അവൻ കാഫിറായി മാറും, ബിതർക്കി ഫരീളത്തിൻ വാഹിദത്തിൻ, ഒറ്റ ഫർള് ഒഴിവാക്കൽ കൊണ്ട് തന്നെ. ഈ പറഞ്ഞ നിൽക്കുകയാണെങ്കിൽ ധിക്കാരത്തോടെ അല്ലെങ്കിൽ അലസമായി അത് ഗൗനിക്കാതെ ഒരു ഫർള് ഒഴിവാക്കി എങ്കിൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നാണ് ഹദീസ് പണ്ഡിതന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. ലിമാ റവൽ ബുഖാരിയു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, അവർ തെളിവായി പറഞ്ഞത് നബി തങ്ങൾ പറഞ്ഞുവെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. മൻ തറക സ്വലാത്തൽ അസ്രി ഫഖദ് ഹബിത അമലുഹു. മൻ തറക സ്വലാത്തൽ അസ്ർ, അസ്ർ നിസ്കാരം വല്ലവരും ഒഴിവാക്കിയാൽ ഫഖദ് ഹബിത അമലുഹു, അവൻ്റെ അമലുകളെല്ലാം ബാത്തിലായി എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. അസ്ർ നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ അവൻ്റെ അമലൊക്കെ ബാത്തിലായി. അപ്പം എന്താ അസ്റിൻ്റെ പ്രത്യേകത? ഇതിനെ അസ്ർ പറഞ്ഞത്. അപ്പം അതിന് ഇവർ വ്യാഖ്യാനിച്ചത് അസ്ർ ഒഴിവാക്കിയാൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ എന്നാണ്. അസ്ർ എന്നുള്ളത് അപ്പോൾ ലോറ് ഒഴിവാക്കാൻ പറ്റുമായിരിക്കല്ലോ. അസ്ർ ഒഴിവാക്കിയാൽ മാത്രമാകുമ്പോൾ അപ്പോൾ ലോറ് ഒഴിവാക്കിയാൽ കുഴപ്പമില്ല എന്നുണ്ടാവുമോ? അതുണ്ടാവില്ലല്ലോ. 5 നിസ്കാരം ഒരേപോലെ ഫർളാണല്ലോ. അപ്പം അസ്ർ ഉപേക്ഷിച്ചാൽ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ എന്ന അർത്ഥത്തിലാണ് എന്നാണ് അതിന് ഒരു വിശദീകരണം നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഹദീസിനെ തെളിവായി സ്വീകരിച്ചുകൊണ്ടാണ് അവർ അതിനെ പറഞ്ഞത്. മാത്രമല്ല അസ്റാകുമ്പോൾ അസ്ർ പിന്നെ മഗ്രിബിക്ക് ജമ്മാക്കാൻ പറ്റില്ല. ഇപ്പം ലുഹറാണെങ്കിൽ അത് അസ്ർക്ക് ജമ്മാക്കിയെന്ന് വിചാരിക്കാം, മഗ്രിബാകുമ്പോൾ ഇശായിലേക്ക് ജമ്മാക്കിയെന്ന് വിചാരിക്കാം, അസ്റാകുമ്പോൾ ജമ്മാക്കിയതുമില്ല. അപ്പം അസ്ർ ഒഴിവാക്കിയാൽ എന്ന് പറഞ്ഞാൽ പിന്നെ അത് വേറെ നിസ്കരിക്കാനുള്ള ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ടുകൂടി ആയിരിക്കാം അസ്ർ പ്രത്യേകം എടുത്തു പറഞ്ഞത്. മാത്രവുമല്ല പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞ നിസ്കാരമാണ് അസ്ർ. ഹഫിദ സ്വലവാത്തി വസ്വലാത്തിൽ മുസ്ത എന്ന് പറഞ്ഞ മുസ്താ നിസ്കാരം അസ്റാണ്. ആളുകൾ ഏറ്റവും അധികം നഷ്ടപ്പെടുന്ന നിസ്കാരവും അസ്റാണ്. കാരണം ഒന്ന് ഉറങ്ങിപ്പോണ സമയം, ഭക്ഷണം കഴിച്ച് ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോണ സമയം, അത് കഴിഞ്ഞാൽ മറ്റു തിരക്കിലേക്ക് നീങ്ങുന്ന സമയം, അവിടെ അസ്ർ എപ്പോഴും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സുബഹിയും അസ്റും മൻസുൽ ബർദൈനി ദഖലൽ ജന്ന, തണുത്ത 2 നിസ്കാരം സുബഹിയും അസ്റും
അതൊരാൾ കൃത്യമായി നിസ്കരിക്കുന്നുവെങ്കിൽ അവിടെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് മറ്റു ഹദീസിൽ വന്നിട്ടുമുണ്ട്. അപ്പം ഈ ഹദീസാണ് തെളിവ്. വലിമാ സബത്ത അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു, അബൂ ദർദായിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന മറ്റൊരു ഹദീസും തെളിവായി സ്വീകരിച്ചിരിക്കുന്നു. ഖാല, അബൂ ദർദാ പറഞ്ഞു, ഔസാനി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. അബുൽ ഖാസിം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയുടെ വിളിപ്പേരാണ് അബുൽ ഖാസിം. അപ്പോൾ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് വസിയത്ത് നൽകി, അല്ലാ ഉശ്രിക ബില്ലാഹി ശൈഅ, അള്ളാഹുവിൽ ഞാൻ യാതൊന്നും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് നബി എനിക്ക് പ്രത്യേകമായ ഉപദേശം തന്നു. വൈൻ ഹുർരിഖ്തു, ഞാൻ ചുട്ടരിക്കപ്പെട്ടാലും ശരി, തീ കൊണ്ട് എന്നോട് കരിച്ചു കളയാണെങ്കിലും അബൂദർദാ നീ ശിർക്ക് ചെയ്യരുത് എന്ന് നബി എനിക്ക് ഉപദേശം തന്നു. വഅല്ലാ അത്റുക സ്വലാത്തൻ മക്തൂബത്തൻ, ഫർളായ ഒരു നിസ്കാരവും ഞാൻ ഒഴിവാക്കരുത് എന്നും നബി എനിക്ക് പ്രത്യേകമായ ഉപദേശം തന്നു. മുതഅമ്മിദൻ, മനഃപൂർവം കരുതിക്കൂട്ടി ഒരു ഫർള് നിസ്കാരം നീ ഒഴിവാക്കരുത്. ഫമൻ തറക്കഹാ മുതഅമ്മിദൻ ഫഖദ് കഫറ, മനഃപൂർവം ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ നിശ്ചയം അവൻ കാഫിറായി. വലാ അശ്രിബൽ ഖംറ, മദ്യം കഴിക്കരുത് എന്നും നബി എനിക്ക് ഉപദേശം തന്നു. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, അതാവട്ടെ എല്ലാ ഷർറിൻ്റെയും താക്കോലാകുന്നു. അവൻ നബി തങ്ങൾ എനിക്ക് തന്ന ഉപദേശമാണ്. ഒന്ന്, ശിർക്ക് ചെയ്യരുത്; രണ്ട്, ഫർളായ നിസ്കാരം ഉപേക്ഷിക്കരുത്; മൂന്ന്, മദ്യപിക്കരുത്. ഇത് നബി തങ്ങൾ എനിക്ക് പ്രത്യേകമായി തന്ന വസിയ്യത്തുകളാണ്. അപ്പം അതിൽ പറഞ്ഞു നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാകുന്നു. അപ്പം ഈ ഹദീസ് ഇമാം ബുഖാരി അതേപോലെ മുഫ്രദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മാജ റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബസ്സാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച റിപ്പോർട്ടാണ് ഇത്. അപ്പം ഈ ഹദീസുകൾ തെളിവായിക്കൊണ്ടാണ് ഫുഖഹാ ഉൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരായ കർമ്മശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഇങ്ങനെ ഒരു വക്ത് ഒഴിവാക്കിയാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മാത്രവുമല്ല, ഒലി അന്ന താരിക സ്വലാത്തി തഹാവുനൻ, ഒലി അന്ന താരിക സ്വലാം, മറ്റൊരു ന്യായം അവർ പറഞ്ഞത് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ തഹാവുനൻ, അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരാൾ ഒഴിവാക്കുന്നുവെങ്കിൽ അവൻ മുസ്തഹീനുൻ ബി അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അവൻ നിസ്സാരവൽക്കരിക്കുന്നത്. ഇപ്പം ഫർളാന്ന് അറിയാം, അംഗീകരിക്കുന്നുണ്ട്, അള്ളാഹ് ഫർളാക്കിയിട്ടുണ്ടെന്ന് അറിയാം, എന്നിട്ടും അവൻ അതിൽ അലംഭാവം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് ഓണത്രേ വിലയുള്ളതാണല്ലോ. അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് ഫർളാക്കി, എന്നാലും ഇപ്പം എനിക്ക് വലിയ വിഷയമൊന്നുമല്ല എന്നല്ലേ ഓൻ്റെ ആ ചെയ്തിയുടെ അർത്ഥം. വലദൈഹി ഇറാദുൻ, അവൻ്റെ പക്കൽ ഒരു അവഗണന ഉണ്ട്. വനഉ ഇസ്തിക്ബാരിൻ, ഒരു തരം അഹങ്കാരമുണ്ട്. അനിൽ ഖുദൂഇ ലില്ലാഹി ബിസ്സലാ, അല്ലാഹു തആലാക്ക് നിസ്കാരത്തിലൂടെ താഴ്മ കാണിക്കുക എന്നതിൽ അഹങ്കാരമുണ്ടവന് എന്ന് പറയാം. അള്ളാഹ് പറഞ്ഞു നീ സുജൂദ് ചെയ്യാൻ നിസ്കരിക്കണം, അതുപോലെ അറിയാം, അള്ളാഹ് പറഞ്ഞു അറിയാം, എന്നിട്ടും അള്ളാഹിനോട് നിസ്കരിക്കാൻ പറഞ്ഞാലും ആ നിസ്കരിക്കൂല എന്നാണെങ്കിൽ അതിനർത്ഥം അള്ളാഹ്ക്ക് കീഴ്പ്പെടാൻ ഞാൻ തയ്യാറല്ല, അവൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, ഒരു തരം അവഗണന അവനിൽ ഉണ്ട്, അള്ളാഹു തആലയുടെ കൽപ്പനയെ അവൻ വകവെക്കുന്നില്ല എന്നൊക്കെയാണല്ലോ അതിനർത്ഥം. വഖദ് കഫറ ഇബ്ലീസു ബിതർക്കിഹി സജ്ദതൻ വാഹിദതൻ ഇസ്തിക്ബാറൻ ലിമാ അമറ അല്ലാഹു തആല ബിഹാ. ഇബ്ലീസ് കാഫിറായത് എന്തുകൊണ്ടാണ്? ഒറ്റ സുജൂദ് ഒഴിവാക്കിയതാണ്. ഇബ്ലീസ് കാഫിറാൻ കാരണം ഒരു സുജൂദ് എങ്ങനെ ഇസ്തിക്ബാറൻ, അഹങ്കരിച്ചുകൊണ്ട് അള്ളാഹ് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അപ്പം ഇബ്ലീസായി ആദ്യമേ സുജൂദ് ചെയ്യേ, അതിനെന്നെ കിട്ടുകാറ്. അപ്പം അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിച്ചത് ഒരു സുജൂദ് ഒഴിവാക്കിയത് കൊണ്ട് ഇബ്ലീസ് കാഫിറായി പോയെങ്കിൽ നിസ്കാരം തന്നെ ഒഴിവാക്കിയ ആൾ അവരും യഥാർത്ഥത്തിൽ ആ ഒരു ഗൗരവം ഉണ്ടാവേണ്ടതല്ലേ എന്നവർ അതിനെ കൂടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറയുന്ന ഇസ്തദല്ല അഹ്മദ് വഇസ്ഹാഖു അലാ കുഫ്രി താരിഖി സ്വലാ ബികുഫ്രി ഇബ്ലീസ ബിതർക്കി സുജൂദി ആദബ. ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചതുകൊണ്ട് അവൻ കാഫിറായല്ലോ, എങ്കിൽ നിസ്കാരം ഒഴിവാക്കിയവൻ കാഫിറാണ് എന്ന് ഇമാം അഹ്മദ് അതേപോലെ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി എന്നിവരെല്ലാം ആ സംഭവത്തെ എടുത്തുകൊണ്ട് ഇത് തെളിവായി പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തെ ജാമിഉൽ ഉലൂം എന്ന കിതാബിൽ പറഞ്ഞത് കാണാനും കഴിയും.
ഒരു അന്നൽ ഖൗല, നാലാമത്തൊരു കാരണം. അപ്പോൾ 2 ഹദീസ് പറഞ്ഞു, മൂന്നാമത് ഈ കാരണം പറഞ്ഞു. മറ്റൊന്ന് ഒരു അന്നൽ ഖൗല ബി അന്നഹു ലാ യക്ഫുർ, ഇനി അയാൾ കാഫിറാവുക ഇല്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ ഹത്താ യത്രുക സ്വലാത്ത അബദാ, ജീവിതത്തിൽ സ്ഥിരമായി നിസ്കാരം ഒഴിവാക്കിയെങ്കിൽ മാത്രമേ കാഫിറാവുള്ളൂ, അല്ല 1-2 നിസ്കാരം ഒഴിവായിരുന്നു കാഫിറാവൂല, തീരെ നിസ്കരിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് കാഫിറാവുക എന്ന് പറഞ്ഞാൽ യുഅദ്ദി ഇലാ തഅ്തീലി ഹാദൽ ഹുക്മി ശർഈ, മതപരമായ ഈ നിസ്കാരം എന്ന ഈ ഹുക്മ് അത് ഇല്ലാതാവാൻ അത് കാരണമാകും. ജീവിതത്തിൽ തീരെ നിസ്കരിച്ചില്ലെങ്കിൽ മാത്രം കാഫിറുള്ളതിനാൽ അപ്പോൾ നിസ്കാരം ഒഴിവാക്കാൻ ആർക്കും വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒഴിവാക്കുക, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, ഒന്നാകെ ഒഴിവാക്കിയെങ്കിലേ കുഴപ്പമുള്ളൂ, നമ്മളിപ്പോൾ ഒന്നാകെ ഒഴിവാക്കണില്ലല്ലോ എന്നൊരു ന്യായത്തിലേക്ക് ആളുകൾ എത്തും. നാട്ടിൽ കണ്ട 3 വെള്ളിയാഴ്ച വഴക്ക് പറഞ്ഞാൽ ശീലിക്കുന്നിട്ട് 2 വെള്ളിയാഴ്ച പോവില്ല, പിന്നെ മൂന്നാമത്തിന് ഇന്ന് 3-ാം വെള്ളിയാഴ്ചയാണ് എന്ന് പറഞ്ഞ് പോണതൊക്കെ മുമ്പ് വ്യാപകമായിരുന്നല്ലോ. അതപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് അവൻ കുഫ്ർ സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഗൗരവം പൊതുവെ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ കുറയാനും നിസ്കാരം എന്ന ഈ മഹത്തായ സംഗതി അവിടെ നഷ്ടപ്പെട്ടു പോകാനുമൊക്കെ ഇടയാവുകയും ചെയ്യും. അതുകൊണ്ടും അയാൾ കാഫിറാണ് എന്ന് വിധി എഴുതണം. ഇനി അയാളെ കൊല്ലണമെന്ന് പറഞ്ഞു, മുർത്തദ്ദാണ്, കൊല്ലണം എന്ന് പറഞ്ഞു. അയാൾക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കാമോ ഇല്ലേ? അങ്ങനത്തെ ആളെ പിടിച്ചുകൊണ്ടുവന്നു, കോടതിയെ ഹാജരാക്കി വിചാരണ ചെയ്തു. അപ്പോൾ അയാൾ നിസ്കരിക്കാറില്ല, ഫർളായൊക്കെ അറിയാം, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, ഇനി അയാൾ തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാവുകയാണ് എങ്കിൽ അയാൾക്ക് ചാൻസ് കൊടുക്കാൻ പറ്റുമോ എന്നതാണ് അടുത്തൊരു മസ്അല. ഒരു വലിയ അംരി, ഭരണാധികാരിക്ക് ഉണ്ട് അൽ ഖിയാറു, സ്വാതന്ത്ര്യമുണ്ട്, ബി ഹസ്ബിൽ മസ്ലഹത്തി, മസ്ലഹത്തനുസരിച്ച്. വലിയ അംരി, ഭരണാധികാരിക്ക് ഉണ്ട് അൽ ഖിയാർ, സ്വാതന്ത്ര്യമുണ്ട്, ബി ഹസ്ബിൽ മസ്ലഹത്തി, മസ്ലഹത്തനുസരിച്ച് എന്താണോ അവിടെ കൂടുതൽ നന്മ അതുപ്രകാരം അയാൾക്ക് തീരുമാനമെടുക്കാം. ബൈന അൻ യഖ്തുലഹു ബഅദ റിദ്ദത്തിഹി മുബാശിറതൻ വബൈന അൻ യസ്തതീബഹു, ഒരാൾ മുർത്തദ്ദായി പോയാൽ ആ മുർത്തദ്ദായതിൻ്റെ ഉടനെ തന്നെ അയാളെ കൊല്ലുന്ന കാര്യത്തിലും ഇനിയതല്ല തൗബ ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യത്തിലും, അത് രണ്ടിലും ഭരണാധികാരിക്ക് ഖിയാറുണ്ട്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, ഒരു പക്ഷേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവരും ഒരേ തരക്കാരാകണമെന്നില്ല. ചിലരെ കൊല്ലലാകും മസ്ലഹത്ത്, ചിലരെ കൊല്ലാതിരിക്കലാകും മസ്ലഹത്ത്. അപ്പോൾ അത് ആർക്കറിയാം? ഭരണാധികാരിക്ക്, അല്ലെങ്കിൽ അതിന് ഏൽപ്പിക്കപ്പെട്ട ഒരു അതോറിറ്റി ഉണ്ടാകും, ഒരു കോടതി, ഇസ്ലാമിക കോടതി, അല്ലെങ്കിൽ അവിടുത്തെ ഖാദി, അവിടുത്തെ മുഫ്തി, ആരാണോ ആ വിധി പറയാൻ അവിടെ ഔദ്യോഗികമായി ഏൽപ്പിക്കപ്പെട്ടവർ, അവർക്കതിൽ ഖിയാറുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ അയാളുടെ സന്ദർഭം സാഹചര്യവും ഒക്കെ അറിയാം, ഒക്കെ വിചാരണ ചെയ്തു, ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു അയാൾക്കൊരു ചാൻസ് കൊടുക്കൽ നന്നാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ അയാൾ തൗബ ചെയ്യാൻ അവസരം കൊടുക്കാം. അതല്ല അയാൾക്ക് ഇനി എന്തോ അവസരം കൊടുത്തിട്ടും കാണില്ല, തൗബ ചെയ്താലും അത് ഒരു പക്ഷേ ആത്മാർത്ഥമായിട്ടാവില്ല, അയാൾ ഇവിടെ ജീവിക്കാൻ യോഗ്യനല്ല, അല്ലെങ്കിൽ വധശിക്ഷ നൽകാൻ അയാൾ അർഹതപ്പെട്ടവനാണ് എന്ന് ഇസ്ലാമിക കോടതിക്ക് ബോധ്യപ്പെട്ടു, ഒരു ഭരണാധികാരിക്ക് ബോധ്യപ്പെട്ടു എങ്കിൽ ആ ഭരണാധികാരിക്ക് അവിടെ ഒരു ഖിയാർ, സ്വാതന്ത്ര്യമുണ്ട്, ഹസ്ബൽ മസ്ലഹ. ഏതാണെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് അത് പറ്റില്ല. ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിൽ വന്നൊരാൾ പിന്നെ ഇസ്ലാമിൽ നിന്ന് പോകുക എന്നുള്ളത് മൊത്തം മുസ്ലിമീങ്ങളെ ഈമാന് അതുകൊണ്ട് ഫിത്നകൾ വരും. അതേപോലെ ഇസ്ലാമിൻ്റെ ബദ്ധതയ്ക്ക്, ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് എല്ലാം അത് കാരണമായി മാറും. അപ്പോൾ അവിടെ ഭരണാധികാരിക്ക് ഖിയാറുണ്ട്. ബൈന യഖ്തുലഹു ബഅദ ജിദ്ദത്തിഹി മുബാശതൻ, അത് മുർത്തദ്ദായി കഴിഞ്ഞാൽ ഉടനെ അയാളെ കൊല്ലുക എന്നതിനും, വബൈന അൻ യസ്തതീബഹു, അയാൾ തൗബ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നതിനുമിടയിൽ ഭരണാധികാരിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇസ്തതാബ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടു, ഇസ്തതാബ യസ്തതീബു, അതാണ് വബൈന യസ്തതീബഹു. ഫയത്ലുബു മിൻഹു, അങ്ങനെ ഈ ഭരണാധികാരി ആവശ്യപ്പെടാം അയ്യതൂബ മിൻ മഅസിയത്തി തർക്കി സ്വലാ, നിസ്കാരം ഉപേക്ഷിക്കുക എന്ന ഈ പാപത്തിൽ നിന്ന് തൗബ ചെയ്യാൻ ആവശ്യപ്പെടാം. ഫയഖൂലു ലഹു, ആ ഭരണാധികാരി പറയണം, തുബ് ഇലല്ലാഹി, നീ റബ്ബിലേക്ക് പശ്ചാത്തപിക്കുക, വസല്ലി, നീ നിസ്കരിക്കുക, വഇല്ല ഖതൽനാക, ഇല്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് വധശിക്ഷ നടപ്പാക്കും എന്ന് പറയാം. ലിഅന്നഹു സബത അൻ ബഅദി സ്വഹാബത്തി അന്നഹും ഇസ്തതാബു അൽ മുർത്തദ്ദ,
കാരണം സ്വഹാബിമാരിൽ നിന്ന് ചില സ്വഹാബത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, അവർ ഇസ്തതാബു അൽ മുർത്തദ്ദ, മുർത്തദ്ദിനോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. വസബതൻ ആഖരീന മിൻഹും അന്നഹും ഖതലു അൽ മുർത്തദ്ദ ബിലാ ഇസ്തിതാബത്തിൻ. എന്നാൽ മറ്റു ചില സ്വഹാബിമാർ തൗബ ചെയ്യാൻ ആവശ്യപ്പെടാതെ മുർത്തദ്ദിനെ കൊന്നതായും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുമുണ്ട്, സ്വഹാബത്തെ ചെയ്തികൾ രണ്ടും വന്നു. അത് രണ്ടിനെയും മസ്ലഹത്തനുസരിച്ചായിരിക്കും. അവർക്കറിയാം അയാളെ കാര്യത്തിൽ മസ്ലഹത്ത് അതാണ്, മറ്റൊരുക്കറിയാം ഇയാളുടെ കാര്യത്തിൽ മസ്ലഹത്ത് തൗബ ചെയ്യാൻ അവസരം കൊടുക്കലാണ്. അപ്പോൾ സ്വഹാബിമാരുടെ ചെയ്തികളിൽ ഈ രണ്ടും വന്നതിനാൽ ഭരണാധികാരിക്ക് അവിടെ എന്താണോ മസ്ലഹത്ത്, എന്താണോ മുസ്ലിം ഉമ്മത്തിന് ഖൈറ്, എന്താണോ ആ വ്യക്തിക്ക് ഖൈറ് എന്നൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്കവിടെ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി വഇൻ കററ വലിയുൽ അംരി ഹാദ ത്വലബ സലാസ മർറാത്തിൻ ഫഹസനുൻ. ഭരണാധികാരി 3 തവണ ഈ തൗബ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ആവർത്തിക്കുന്നുവെങ്കിൽ അതും നല്ല കാര്യം തന്നെയാണ്. തൗബ ചെയ്യാൻ ചാൻസ് കൊടുത്തു, തൗബ ചെയ്തില്ല, അപ്പോൾ തന്നെ കൊല്ലാം വേണമെങ്കിൽ, ഞാനല്ല, അയാൾക്ക് കുറച്ചുകൂടി സാവകാശം കൊടുത്തു. വീണ്ടും അയാൾക്ക് ക്ലാസ്സും കാലയൊക്കെ കൊടുത്ത് അയാളെ പറഞ്ഞ് അയാൾക്ക് ബോധ്യപ്പെടുത്തിയിട്ട് പറഞ്ഞു, എന്തിനാണ് പത്ത് നഷ്ടപ്പെടാൻ പോണത്, ഈ തൗബ ചെയ്ത് നന്നായിട്ട് നിസ്കരിച്ച് ബാക്കി നിലയ്ക്ക് ജീവിച്ചോ. അങ്ങനെ 3 തവണ ഇയാൾക്ക് അവസരം കൊടുക്കുകയാണെങ്കിൽ അതും നല്ല കാര്യം തന്നെയാകുന്നു. അതിൽ മസ്ലഹത്തുണ്ടെങ്കിൽ, എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതല്ല, അങ്ങനെ കൊടുത്താൽ മസ്ലഹത്തുണ്ട്, അയാളെ പരമാവധി കൊല്ലാതൊക്കെയാണ് നല്ലത്, അയാൾ ഇവിടെ ജീവിക്കുക നല്ലത്. അപ്പോൾ അയാൾക്കൊരു പക്ഷേ ഒരു കുറ്റബോധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പറയാൻ പറ്റുക, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞയച്ചു, ഓരൊക്കെ ഇയാളുമായി സംസാരിച്ചു, ഇയാൾക്ക് കുറേ ഉപദേശങ്ങൾ കൊടുത്തു, നിസ്കാരത്തിന് ഗൗരവം പറഞ്ഞു, പരലോകം പറഞ്ഞു, അങ്ങനെ അയാൾ നന്നായി വരാൻ വല്ല ചാൻസും ഉണ്ട് എന്നാണെങ്കിൽ അതും ഭരണാധികാരിക്ക് ചെയ്യാം. ലിമാ റുവിയ അൻ ഉമറ അന്നഹു ദുക്കിറ ലഹു റജുലുൻ ഇർതദ്ദ ഫഖുതില. ഉമർ ഖത്താബിൽ നിന്ന് ഒരു റിപ്പോർട്ടുണ്ട് ഇങ്ങനെ, അത് സ്വഹിയാണോ അല്ലേ എന്നുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ലിമാ റുവിയ എന്ന് പറഞ്ഞത്. മേലെ നമ്മൾ പറഞ്ഞപ്പോഴൊക്കെ ലിമാ സബത്ത എന്നാണ് പറഞ്ഞത്, ഇവിടെ അതല്ല, ഇവിടെ ലിമാ റുവിയ റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു. അൻ ഉമറ അന്നഹു ദുക്കിറ ലഹു റജുലുൻ ഇർതദ്ദ, മുർത്തദ്ദായ ഒരാളെക്കുറിച്ച് ഉമർ ഖത്താബിൻ്റെ മുമ്പിൽ പരാമർശിക്കപ്പെട്ടു. ഫഖുതില, അയാൾ കൊല്ലപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. ഒരു ഉമർ ഖത്താബ് ഖലീഫയായ കാലത്ത് ഒരു മുർത്തദ്ദുണ്ടായി, ആ മുർത്തദ്ദിനെ അവിടെ ശിക്ഷ നടപ്പാക്കി കൊന്നു. അതിന് ശേഷം ഉമർ ഖത്താബ് പറയുന്നത്, അയാളെ കൊന്നതിന് ശേഷമാണ് ഉമർ ഖത്താബ് അക്കാര്യം. എല്ലാ കേസും ഇപ്പോൾ ഭരണാധികാരിയുടെ മുമ്പിലേക്ക് എത്തണമെന്നില്ല, ഏൽപ്പിക്കപ്പെട്ട അതോറിറ്റി ഉണ്ടാകും, അതിനുള്ള ഏൽപ്പിക്കപ്പെട്ട ആളുകളുണ്ടാകും. അപ്പം അങ്ങനെ ഒരു മുർത്തദ്ദിനെ കൊന്നുകളഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഫഖാൽ, അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞു, അഫല ഹബിസ്തുമൂഹു സലാസൻ, നിങ്ങൾക്ക് എന്തുകൊണ്ട് അവനെ ഒരു 3 ദിവസം നിങ്ങൾക്ക് അവനെ തടവിൽ അവിടെ വെച്ചുകൂടായിരുന്നു. വ അത്അംതുമൂഹു കുല്ല യൗമിൻ റഗീഫൻ വസ്തബ്തുമൂഹു ലഅല്ലഹു യതൂബു വയുറാജിഉ അംറല്ലാഹ്. ആ 3 ദിവസം അവിടെ അയാൾ നിർത്തുക, അയാൾക്ക് ഭക്ഷണം കൊടുക്കുക, അയാൾ തൗബ ചെയ്യാൻ ആവശ്യപ്പെടുക, നിസ്കരിക്കാൻ ആവശ്യപ്പെടുക, അങ്ങനെ വയുറാജിഉ അംറല്ലാഹ് ലഅല്ലഹു യതൂബു വയുറാജിഉ അംറല്ലാഹ്. ഒരു പക്ഷേ അയാൾ തൗബ ചെയ്ത് അള്ളാഹുവിൻ്റെ ആ കൽപ്പനയ്ക്ക് അയാൾക്ക് മടങ്ങി വരാൻ അവസരമാകുമല്ലോ, എന്തുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്തില്ല എന്ന് ഉമർ ഖത്താബ് ചോദിച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുമ്മ ഖാല, ശേഷം ഉമർ ഖത്താബ് പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ലം അഹ്ദുർ, അപ്പം ഞാനിതിന് സാക്ഷിയായിട്ടില്ല, ഇയാളെ കൊന്നതിന് ഞാൻ സന്നിഹിതനായിട്ടില്ല. വലം ആമുർ, ഞാൻ കൽപ്പിച്ചിട്ടുമില്ല. വലം അർള, ഇത് ബലഗനി, ആ വിവരം അറിഞ്ഞപ്പോൾ ഞാനത് തൃപ്തിപ്പെട്ടിട്ടുമില്ല റബ്ബേ എന്ന് ഉമർ ഖത്താബ് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. റബ്ബേ, ഞാനിതിന് സാക്ഷിയല്ല, ഇതെൻ്റെ കൽപ്പന പ്രകാരമല്ല, ഇങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ ഞാനതൊട്ട് തൃപ്തിപ്പെട്ടിട്ടുമില്ല എന്ന് ഉമർ ഖത്താബ് പറയുകയും ചെയ്തു എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് സ്വഹീഹ് അല്ല എന്നാണ് പൊതുവെ പ്രബലാഭിപ്രായം, ദഈഫായി വന്ന റിപ്പോർട്ടാണ്. അതിലേക്കുള്ള സൂചന കൂടിയാണ് അദ്ദേഹം ഇവിടെ ലിമാ റുവിയ എന്ന് തംരീദിൻ്റെ മജ്ഹൂദിൻ്റെ സീഗയിൽ പറഞ്ഞത്. വസബത അൻ ഉമറ അന്നഹു ഖാല ഫീ ശഅനിൽ മുർത്തദ്ദീൻ, മുർത്തദ്ദീങ്ങളുടെ കാര്യത്തിൽ ഉമർ ഖത്താബിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. കുന്തു അഅ്രിദു അൻ യദ്ഖുലു ഫിൽ ബാബില്ലദീ ഖറജു മിൻഹു, അവർ പുറത്തേക്ക് പോയ കവാടം, ആ കവാടത്തിലൂടെ അവരകത്തേക്ക് തന്നെ വരാൻ ഞാൻ അവരോട് ആവശ്യപ്പെടുമായിരുന്നു. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയല്ലോ, അതേ വഴിക്ക് തിരിച്ചവരിങ്ങോട്ട് തന്നെ വരട്ടെ എന്നാണ് ഞാൻ അവരോട് പറയാറുള്ളത്. ഫഇൻ ഫഅലു,
അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഖബിൽതു ദാലിക മിൻഹും, അവിടെ നിന്ന് ഞാനത് സ്വീകരിക്കും. വൈൻ അബൗ, അവർ വിസമ്മതിക്കുകയാണെങ്കിൽ ഇസ്തൗദഅ്തുഹുമുസ് സിജ്ന, ഞാൻ അവരെ ജയിലിലടക്കുകയും ചെയ്യും എന്ന് ഉമർ ഖത്താബ് പറഞ്ഞത് സ്ഥിരപ്പെട്ട് വന്നിട്ടുമുണ്ട്. ഇമാം അബ്ദുൽ റസാഖ്, ഇബ്നു അബി ഷൈബ, ഇമാം ത്വഹാവി എന്നിവരൊക്കെ ഉദ്ധരിച്ച സ്വഹീഹായ റിപ്പോർട്ടാണ് അത്. അപ്പോൾ ഉമർ ഖത്താബിൽ നിന്ന് അങ്ങനെ തൗബ ചെയ്യാൻ അവസരം കൊടുക്കണമെന്നും മസ്ലഹത്ത് എന്താണോ ആ മസ്ലഹത്ത് പ്രകാരം പ്രവർത്തിക്കണമെന്നും സ്ഥിരപ്പെട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അവരോട് തൗബ ചെയ്യാൻ ചാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞത്. അവിടെ നോട്ടല്ലേ, ഏതായാലും അടുത്തൊന്നും ബാബ അവസാനിക്കുന്നില്ല, കുറച്ചുണ്ട്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ, ഈ നിസ്കാരം ആർക്കെല്ലാം നിർബന്ധമാണ്, കുട്ടികൾക്ക് നിർബന്ധമാണോ, അതേപോലെ ഭ്രാന്തന്മാർക്ക് നിർബന്ധമാണോ, ബോധക്ഷയമുള്ളവൻ അവന് പിന്നെ നിസ്കരിച്ച് വിട്ടേണ്ടതുണ്ടോ, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി ഉപയോഗിക്കുക വഴി സ്വബോധം നഷ്ടപ്പെട്ടവൻ അയാൾ ബോധം തെളിഞ്ഞ ശേഷം ആ നിസ്കാരം വീട്ടൽ നിർബന്ധമാണോ തുടങ്ങിയ മസലകളാണ് ആദ്യം ചർച്ച ചെയ്തത്. അതിനുശേഷം നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അത് ഫർളാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഉപേക്ഷിക്കുന്നവനും ഫർള് ഇല്ല എന്ന് ആ ഫർളിയത്തെ നിഷേധിക്കുന്നവനും അവർക്ക് ഉണ്ടാക്കുമ്പോൾ ഹുക്കുമുകൾ, അവരോട് തൗബ ചെയ്യാൻ പറയാൻ പറ്റുമോ ഇല്ലേ, അവർ മുർത്തദ്ദാണ് എന്ന കാര്യം, അവർക്ക് നൽകാവുന്ന ശിക്ഷ എന്താണ് എന്നത്, അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിന് തുടർച്ചയായി തന്നെയാണ് ഇനി അടുത്ത ഇതിൽ വരുന്നത്. ഒരാളങ്ങനെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കാര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതേപോലെ പിന്നെ അറിവില്ലായ്മ കൊണ്ട് പിന്നെ നിസ്കാരം നഷ്ടപ്പെട്ട ആൾ കുറേ കാലം നിസ്കരിച്ചില്ല, പിന്നീട് അയാൾക്ക് ഇതൊക്കെ മനസ്സിലായി അയാൾ നിസ്കാരം ആരംഭിച്ചു എങ്കിൽ ആ നഷ്ടപ്പെട്ട നിസ്കാരമൊക്കെ പഴയ ആൾ പിന്നെ നിസ്കരിച്ച് വീട്ടേണ്ടതുണ്ടോ തുടങ്ങിയ മസലകളൊക്കെയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത്. ഇതിൽ 1257 മസലയാണ് ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന, ജസാക്കുമുല്ലാഹു ഖൈറ. ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താനുള്ളത്, അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഈ ക്ലാസ് അല്ല ഉണ്ടാവുക, പകരം ഇവിടെ നമ്മൾ തസ്ഫിയ പ്രോഗ്രാം, നമ്മൾ അടുത്ത മാസം നടക്കുന്ന യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി തസ്ഫിയ പ്രോഗ്രാം നമ്മൾ ഇവിടെ തന്നെ കോട്ടപ്പടിയിൽ പള്ളിൻ്റെ പരിസരത്ത് തന്നെ ഏകദേശം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഹാരിസ് ബിൻ സലീമും ഞാനുമാണ് അത് സംസാരിക്കാൻ ഉണ്ടാവുക. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഈ ക്ലാസ് ഉണ്ടാവില്ല, പകരം ആ പ്രോഗ്രാമായിരിക്കും ഉണ്ടാവും. മഗ്‌രിബിന് ശേഷം തന്നെയാണ് ഹാരിസ് മൗലിയെ കിട്ടിയത്. നമുക്ക് അന്നേക്കാണ്, അതുകൊണ്ടാണ് നമ്മൾ 12 ദിവസം നോക്കി, പക്ഷേ ഹാരിസ് മൗലിയ അന്നേക്കാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ആ ഡേറ്റ് നമ്മൾ നിശ്ചയിക്കുകയാണ് ചെയ്തത്. പ്രധാനമായും ഹാരിസ് മൗലിയുടെ സംസാരം ഉണ്ടാവുക. ഞാനും ഇൻഷാ അല്ലാഹ് ഒരു ആമുഖം കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ആ ക്ലാസ്സിൽ അതാണ് ഉണ്ടാവുക. ഇതെല്ലാം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നത്. കുടുംബസമേതം വരാം അടുത്ത വെള്ളിയാഴ്ച, അവിടെ കുടുംബസമേതം അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മിൽ നിന്ന് എല്ലാ നന്മകളും സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.